3, 4, 5 പേര് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തതിന് ശേഷം ആ സ്ത്രീ ഓടിപ്പോയപ്പോൾ ആ സ്ത്രീയുടെ തലയ്ക്ക് വെടിവെച്ചിട്ട് ചത്ത ശവത്തോട് പോലും അവരെ ലൈംഗിക ബന്ധം ചെയ്തിട്ടുണ്ട്. കാരണം ഇസ്ലാമിനകത്ത് ഈജിപ്തിലൊക്കെ ഫത്വ ഇറങ്ങി പുരുഷന് 6 മണിക്കൂർ, ഒരു സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ 6 മണിക്കൂറിനകം തന്നെ ആ സ്ത്രീയുമായിട്ട് മരിച്ച ജഡവുമായിട്ട് ലൈംഗിക ബന്ധം ചെയ്യാം. ഇതിനെയാണ് നിക്കാ അൽ ബിദായ എന്ന് പറയുന്നത്. നിക്കാ അൽ ബിദായ, മരിച്ച ജഡശരീരത്തോട് പോലും ലൈംഗിക ബന്ധം ചെയ്യാം. അഫ്ഗാനിസ്ഥാനിലെ വിഷയം നമുക്കറിയാം. എന്റെ കയ്യിൽ വേണമെങ്കിൽ വീഡിയോസ് കിടപ്പുണ്ട്, ഞാൻ കേൾപ്പിക്കാം അതൊക്കെ. മരിച്ച ഒരു സ്ത്രീയോട് പോലും ലൈംഗിക ബന്ധം ചെയ്യാൻ പറ്റുന്ന ആ വൃത്തികെട്ട വിശ്വാസത്തിനകത്ത് നിൽക്കുന്നവന്മാരാണ് ഈ ഹമാസ് മുസ്ലിങ്ങൾ ആ സ്ത്രീകളോട് കാണിച്ചത്. എന്നിട്ട് ഇസ്രായേൽ തിരിച്ചടിക്കുമ്പോൾ ഇവന്മാർ കിടന്ന് മോങ്ങുകയാണ്, കിടന്ന് കരയുകയാണ്. നിങ്ങൾ ആ 7-ാം തീയതി നിങ്ങൾ ആ വീഡിയോ, 7-ാം തീയതി ഇവന്മാര് കയറി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെ കൊന്നപ്പോൾ നിങ്ങൾ ആ ഹമാസിന്റെ വീഡിയോ നിങ്ങൾ കണ്ടോ? അവിടെയുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് 4, 5, 6, 7, 8 വയസ്സുള്ള കുഞ്ഞുങ്ങൾ തൊട്ട് മുതിർന്ന സ്ത്രീകൾ പോലും അവരെന്തുവാണ്, മിഠായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ്. ഈ 4 വയസ്സുള്ള കൊച്ചൻ ഇവൻ തീവ്രവാദിയാകാൻ വേണ്ടിയിട്ട് നല്ല ഒന്നാന്തരം റെഡിയായി നിൽക്കുന്ന പിള്ളേരായി വരും. 4, 5, 7 വയസ്സുള്ള പിള്ളേര് തീവ്രവാദികളാകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവര്. അല്ലാതെ അവർക്ക് അവിടെ ഉള്ള കുഞ്ഞുങ്ങൾ, ഇസ്രായേലിലെ യഹൂദന്മാര് കുഞ്ഞുങ്ങൾ മരിക്കുന്നു, അവരുടെ ഹൃദയത്തിൽ വേദനയൊന്നുമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഇത്. കമ്മ്യൂണിറ്റി, ഫുൾ ടോട്ടൽ കമ്മ്യൂണിറ്റി ഒരു ടെററിസ്റ്റ് കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റിക്കകത്ത് നിങ്ങൾക്ക് എന്തോ അതിനകത്ത് അയ്യോ കുറച്ച് നല്ലവരുണ്ടായിരുന്നു, അയ്യോ അത് ഇസ്രായേൽ ബോംബിട്ടപ്പം ഒത്തിരി പേര് കൊച്ചെത്തും. അത് യുദ്ധത്തിൽ ഇതൊക്കെ നടക്കും. യുദ്ധത്തിൽ ഇതെല്ലാം നടക്കുന്നത്, ഇതെല്ലാം അറിഞ്ഞിട്ടല്ലേ ഇവന്മാര് കയറി വന്നേ? ഇവന്മാർക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെ നടക്കുമെന്ന്. അറിയാമായിരുന്നു. അപ്പൊ അടി വായിച്ചു മോങ്ങുമ്പം എന്റെ പ്രിയ ജിഹാദി സുഹൃത്തുക്കളെ, നിങ്ങൾ കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നും. ചേട്ടോ കേൾക്കുണ്ടോ? ചേട്ടോ ഫസ്റ്റ് റെസ്പോണ്ടർ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഇടാം കേട്ടോ. നിങ്ങൾ ലൈവ് കൊടുക്കാട്ടോ. ലൈവ് കൊടുക്കാറായോ? ഓക്കെ ശരി ശരി, എന്താ തുടങ്ങി. ലൈവ് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണം. സൗണ്ട് അനിൽ ബ്രദറെ കേൾക്കാവോ? ഒരു കാര്യം പറയട്ടെ. ഈ ഒന്നേ ഉള്ളൂ പറയാൻ, ഇത്രേ ഉള്ളൂ. ഈ അനിൽ ബ്രദറിന്റെ സൗണ്ട് കട്ടാവുന്നുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്നത് ഇല്ല, പ്രോബ്ലം ഇല്ല, കുഴപ്പമില്ല. ആ ഫസ്റ്റ് റെസ്പോണ്ടർ ഗ്രൂപ്പിന്റെ, ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ മേളിൽ പോസ്റ്റ് ചെയ്യാം. ടെലിഗ്രാം ഉള്ളവരെല്ലാവരും ആ ഗ്രൂപ്പിനകത്ത്, ഫസ്റ്റ് റെസ്പോണ്ടർ ഗ്രൂപ്പിന്റെ ലിങ്കിനകത്ത് നിങ്ങൾ കയറണം. എന്നിട്ട് ആ വീഡിയോസും പിക്ചേഴ്സും നിങ്ങൾ നോക്കണം. കണ്ടു നിൽക്കാൻ പറ്റുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോടൊന്ന് അറിയിക്കുക. ഓക്കെ, അല്ല, ഒരു ചെറിയൊരു കാര്യം പറയാനായിരുന്നു. ഈ ഗാസയ്ക്ക് വേണ്ടി അവിടുത്തെ കുഞ്ഞുങ്ങൾ, ഗർഭിണികൾക്ക് വേണ്ടി കരയുന്നവര് കണ്ണീര് തുടച്ച് അവസാനം എന്തെങ്കിലും സ്വല്പം ബാക്കിയുണ്ടെങ്കിൽ ഈ നൈജീരിയയിൽ അവിടെ ഇവിടെ നടക്കുന്ന എന്തോ കൊലയെ കുറിച്ച് ഒന്ന് ഓർത്തൊക്കെ അറിയണമെന്ന് മാത്രമേ പറയാനുള്ളൂ കേട്ടോ. എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ സ്വല്പം പൂർണ്ണമായിട്ടും ഗാസയ്ക്ക് വേണ്ടി സമ്മർദ്ദം ചെയ്തു വെച്ചിരിക്കുകയാണ്. ഞാനൊരു മാസോമക്കാരനാണ്. 2 ആഴ്ചക്കും ഞങ്ങളുടെ സഭയുടെ വലിയ പാലസ്തീൻ കുട്ടികൾക്ക് വേണ്ടി കാര്യം. പക്ഷെ പുള്ളിക്കാരുണ്ടല്ലോ, അറിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നത് പുള്ളിക്കാരനും വായിക്കാൻ അറിയത്തില്ലായിരുന്നു. മലയാളം 18,000 to 19,000 ചർച്ചസ് ആണ് കത്തിച്ച് ചാരലാച്ച. 18,000 to 19,000 ഒരു മാസം ഏതാണ്ട് 7,000-ലധികം നൈജീരിയൻ ക്രിസ്ത്യാനികളുടെ തലകൾ അറുത്ത് മാറ്റി ഒന്നുപോലെ വിളിച്ചിട്ടുണ്ട്. ആരെങ്കിലും സംസാരിക്കുന്നുണ്ട്? ഈ ജിഹാദികൾ ആരെങ്കിലും ഒരുത്തം സംസാരിക്കുന്നുണ്ട്? ജിഹാദികൾ കൊടുത്ത് ബ്രദറെ, അവന്മാരെ നമുക്കൊന്ന് വിടാം, അവന്മാരെ മാറ്റി വെക്കാം. അമ്മാരാണെന്ന് അമ്മാരെ നമുക്ക് മാറ്റി വെക്കാം. ഇവിടുള്ള കേരളത്തിൽ കിടന്ന് കരയുന്നതിന് 24/7 കരയുന്ന ഇവിടുത്തെ സാംസ്കാരിക നായകളും ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നവന്മാർ ഇതൊന്നും കാണുന്നില്ല. അവന്മാർക്ക് ഇതിനെ കുറിച്ച് ഒന്നും കരയണ്ട.
നസ്രയൻ ബ്രദർ ഗവർണർ ടീച്ചർ വന്നായിരുന്നല്ലേ? ഞാൻ എന്തെങ്കിലും പറയാൻ ആഗ്രഹമുണ്ടോ? ആഡ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അനിൽ രാം ടീച്ചർ പോലെ അപ്പൊ ആ രാം ടീച്ചർ സംസാരിച്ചിട്ട് പോവാണെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാം. ഇവിടെ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഉണ്ടെങ്കിൽ സംസാരിച്ചിട്ട് രാം ടീച്ചർ മാറിയാ പിന്നെ നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ പിന്നെ രാം ടീച്ചർ അതല്ല, ഗാസയ്ക്ക് വേണ്ടി മുസ്ലിങ്ങൾ കരയുന്നത് കൊണ്ട് നിങ്ങൾ എന്തിനാണ് ഇത്രയും വിഷമിക്കുന്നത്? നൈജീരിയക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കരഞ്ഞോ? കുഴപ്പമില്ല. അപ്പോ ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് നിങ്ങൾ കരഞ്ഞോ? കുഴപ്പമില്ല. ഗാസയ്ക്ക് വേണ്ടി ഞങ്ങളൊന്ന് കരഞ്ഞോട്ടെ. കാരണം 6-ാം നൂറ്റാണ്ടില് പ്രവാചകൻ പഠിപ്പിച്ച ചര്യ മാത്രമല്ലേ നമ്മൾ ചെയ്തു. ഇസ്ലാമിക സമൂഹം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നത് ദൈവിക വചനങ്ങളായിട്ടുള്ള പരിശുദ്ധ ഖുർആനും മാനവരിൽ മനോഹരനായിട്ടുള്ള പ്രവാചകന്റെ ചര്യയുമാണ്. ആ പ്രവാചകൻ ജൂതന്മാരോട് ദയ കാണിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളും കാണിക്കേണ്ടതുള്ളൂ. ആ പ്രവാചകൻ സ്ത്രീകളെ ആദരിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളും ആദരിക്കേണ്ടതുള്ളൂ. ആ പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞത് അള്ളാഹു ആകാശത്ത് നിന്ന് നോക്കിക്കൊണ്ടിരിക്കുവാണ്, ഉലുൽ അൽബാബ് ഉറ്റാലോചിക്കുന്നവരെ കുറിച്ച്. ഫബശ്ശിർ ഇബാദല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സന ഉലൈക ഹദാഹുമുല്ലാഹ് ഉലൈക ഹുമുൽ അൽബാബ്. അള്ളാഹുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണം. അത് ഏറ്റവും നന്നായി പിൻപറ്റണം, പിന്തുടരണം. അങ്ങനെയുള്ള ആളുകളെയാണ് അള്ളാഹു സന്മാർഗത്തിലാക്കുന്നത്. അവര് തന്നെയാണ് ഏറ്റവും നന്നായി ഉറ്റാലോചിക്കുന്നവരും എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ ആ ഖുർആൻ പറഞ്ഞ കാരുണ്യം മാത്രമേ ഞങ്ങൾ ചെയ്യൂ. ആ ഖുർആൻ പറഞ്ഞ കാരുണ്യം ജൂത സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാനല്ല, തുണി വലിച്ചു കീറാനാ. ആ ജൂത സ്ത്രീകളെ ആദരിക്കാനല്ല, അവർക്കൊരു ഇച്ചിരി ലൈംഗിക സുഖം കൊടുക്കാനാ പറഞ്ഞേ. അവരെ അതുപോലെ കുഞ്ഞുങ്ങള് പാവം മാതാപിതാക്കളെ പിടിച്ച് ബന്ദികളാക്കി കൊണ്ടുപോകുമ്പോൾ കുഞ്ഞുങ്ങളെ ഓവനിൽ വെച്ച് പൊരിക്കാനെന്നാണ് കാരുണ്യത്തിന്റെ തിരുദൂതൻ പറഞ്ഞത്. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര വിഷമം? മതത്തിന്റെ കാഴ്ചപ്പാടിലെ നന്മകൾ എന്ന് പറഞ്ഞാല് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബുദ്ധിക്ക് അതീതമാണ്. അവന് ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ അതല്ല നന്മ, ഇതല്ല നന്മ എന്നൊക്കെ. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മളോ നിങ്ങളോ ഒക്കെ ആരാണെന്നേ. മനുഷ്യൻ ഈ ലോകത്തുള്ള നന്മകൾ എന്താണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇസ്ലാമാണ്, മതമാണ്, പ്രവാചകനാണ്. ഒരു ശവം, ശരി, ആ മയ്യത്ത് മറമാടുന്നതിന് മുമ്പ് ആ മഹാനായ പ്രവാചകൻ ചോദിച്ച ഒരു ആപ്തവാക്യമുണ്ട്. ഓരോ മുസ്ലിമും ഫ്രെയിം ചെയ്തു വെക്കണം ആ വാക്കുകൾ, അവനവന്റെ വീടുകളിൽ തൂക്കിയിടുകയും ചെയ്യണം. അല്ലയോ സഹോദരങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും ഇന്നലെ ഭാര്യയുമായി ബന്ധപ്പെടാത്തവരുണ്ടോ? അപ്പോ എല്ലാവരും കണ്ണിന് കണ്ണ് നോക്കി നിന്നു, കാരണം നമുക്കിത് സുന്നത്താണ്. അപ്പോ ഒരാള് പറഞ്ഞു, ഞാനുണ്ട് പ്രവാചകരെ. ശരി, എന്നാ ഇറങ്ങി ആ കൃത്യം നിർവഹിച്ച് സന്തുഷ്ടനായി കൊണ്ട് മടങ്ങിക്കൊള്ളൂ. ഈ മതം കാരുണ്യത്തിന്റെ മതമല്ല എന്ന് പറയാൻ നിങ്ങളുടെ മാനവികതയാണ് നിങ്ങളെ അതിനനുവദിക്കുന്നത്. ശരിക്ക് മതത്തിന്റെ കാരുണ്യം അങ്ങനെയാണ്. 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ മരുഭൂമിയില് പ്രാകൃത ഗോത്രവർഗക്കാർക്കിടയിൽ ഒരു അനാഥ ബാലൻ ജനിച്ചു. അനാഥൻ എന്ന് പറയാൻ കാരണം നമുക്കറിയാം, അതൊരു അത്ഭുത ജനനമായിരുന്നു. പിതാവ് മരിച്ച് 4 വർഷം കഴിഞ്ഞിട്ടാണ് ഭാര്യ പ്രസവിച്ചത് എന്ന് കരുതി അതിന് വാപ്പയില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിന് കഴിയുന്നത്? മരിച്ചുപോയ അബ്ദുള്ള എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കപ്പെടുന്നു, അന്ന് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ പേര് വെക്കാൻ പറ്റിയില്ല എന്ന് കരുതി നബിയെ തന്ത ഇല്ലാത്തവൻ എന്നൊന്നും വിളിക്കരുത്. ഒരു തന്തയുണ്ടാകും, അതൊരു പക്ഷേ വ്യക്തമാക്കേണ്ടത് ആമിനെയാണ്. അത് പറയാതെ മരിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്. 4 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച അത്ഭുത ശിശു എന്ന് മാത്രമേ മാനവരിൽ മനോഹരനായിട്ടുള്ള പ്രവാചകനെ സംബന്ധിച്ച് പറയാൻ പറ്റത്തുള്ളൂ. ഈ കാലഘട്ടത്തിൽ പോലും അപ്പനില്ലാതെ ഒരു കുട്ടി ജനിച്ചാല് ആ കുട്ടി സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന യാതനകളും അപമാനങ്ങളും പരിഹാസങ്ങൾ, മാനസിക പീഡനങ്ങൾ ഒരു സുഹൃത്ത് പോലും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയില്ലേ? അപ്പോൾ ആ കാലഘട്ടത്തിൽ ആ കുട്ടിയുടെ രൂപത്തിൽ നിങ്ങളൊന്ന് ആയി നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ആ കുട്ടിയുടെ വേദന, അതനുഭവിച്ച സാമൂഹ്യമായിട്ടുള്ള ഒറ്റപ്പെടൽ. അങ്ങനെ പിന്നീട് വളർന്നു വന്നപ്പോൾ ആ കുട്ടി ചിന്തിച്ചു, ഇന്ന് എന്റെ തലയ്ക്ക് തട്ടിയവനെ ഒക്കെ നാളെ ഞാൻ എന്റെ കാല് പിടിപ്പിക്കും. അത് അദ്ദേഹത്തിന്റെ ഒരു വാശിയായിരുന്നു. KGF പോലെ
പിന്നെ പ്രത്യേകിച്ച് അള്ളാഹു പ്രവാചകന് പ്രത്യേകമായിട്ട് ചില പരിഗണനകൾ നൽകിയിട്ടുമുണ്ട്. ഒരു മനുഷ്യന് അമിതമായിട്ടുള്ള ലൈംഗിക ആസക്തി ഉണ്ടാകുക എന്നുള്ളത് ഒരു വൈകല്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങൾ ഉൾക്കൊള്ളണം. എന്നിട്ട് വേണം മനോഹരനെ സംബന്ധിച്ച് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ. ശവത്തെ കാണുമ്പോൾ പോലും ഉദ്ധാരണം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ ഒരു കുറവല്ല. ഇപ്പൊ സുന്ദരികളായിട്ടുള്ള പെണ്ണുങ്ങളെ വഴി നടത്തുന്നില്ല എന്നത് ശരിയാണ്. അത് നേരത്തെ തന്നെ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത കഴിവാണ്. ശരിക്ക് ആ സ്ത്രീ ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെയാണ് മുന്നോട്ട് പോകുന്നത്. ആ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുന്ന പടച്ചവൻ അത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ആ സ്ത്രീക്ക് കുഫൈത്തും കൂടി കൊടുത്തു വിട്ടിട്ട് നബിയോട് പറഞ്ഞു, നബിയെ കാര്യമായിട്ടൊന്ന് പരിഗണിച്ചോളൂ. അതുകൊണ്ട് നബി പറഞ്ഞു ആ പെണ്ണ് അവിടെ നിന്നോട്ടെ. അപ്പൊ അയാൾ ചോദിച്ചു, നബിയെ ഞാൻ മൊഴി ചൊല്ലട്ടെ? ഒന്നുമൊക്കെ എടുത്തിട്ട് അത് വേണ്ട, ഇപ്പൊ തന്നെ ചൊല്ലിക്കോ. അല്ല നബി, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണ്ട, ഇപ്പൊ തന്നെ ചൊല്ലിക്കോ എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ ശരിക്കും അയാളിൽ നിന്നും സ്വതന്ത്രനാക്കി നബിയുടെ ഒരു സെക്സ് ടോയ് ആയിട്ട് കൊടുത്തു എന്നതില് നിങ്ങൾ എന്താണ് ഇത്ര മോശമായിട്ട് കാണുന്നത്? പിന്നെ ജൂത പെണ്ണുങ്ങള്, അവരെ എന്തിനുള്ളതാണ്? കാഫിറല്ലേ അവര്? വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യനും ജിന്നുകളും ഇന്ധനങ്ങളായി എരിയപ്പെടുന്ന അഗ്നിയെ കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് പ്രവാചകൻ വന്നിട്ടുള്ളത്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറായിട്ടുള്ള സ്ത്രീകൾക്ക് മരിക്കുന്നതിന് മുമ്പ് ജൂത പെണ്ണിന് ഒരല്പം ലൈംഗിക സുഖം കൊടുത്തു എന്നതിൽ നിങ്ങൾ എന്താണ് ഇത്ര വലിയ തെറ്റ് കാണുന്നത്? ചിലപ്പോൾ അത് പിന്നെ ഉടലും തലയും ഒക്കെ പിന്നീട് വേർപെടുത്തിയിട്ടുണ്ടാകും. അതിന്റെ പുറത്ത് പിന്നീട് മലമൂത്ര വിസർജനം ചെയ്തിട്ടുണ്ടാകും. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാരുണ്യമാണ് എന്ന് പടച്ചവൻ പറഞ്ഞു കഴിഞ്ഞാല് പിന്നീട് എങ്ങനെയാണ് അതിന് അപ്പീൽ ഉണ്ടാകുന്നത്? ആ ഖുർആന്റെ അധ്യാപനങ്ങൾ, അതാണ് പ്രവാചകന്റെ ജീവിതം. ഒരിക്കൽ ആയിഷയോട് പ്രവാചകന്റെ ജീവിതം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഖുർആനാണ് ആയിഷ ചൂണ്ടിക്കാണിച്ചത്. അന്ന് ഖുർആൻ ഉണ്ടായിട്ടില്ല എന്നത് നേരെ പോട്ടെ, എന്തിനെങ്കിലും ചൂണ്ടിക്കാണും. ശരി. അപ്പോ ഏതൊരു പുരുഷന്റെയും ബാല്യത്തിലെ ആവശ്യമാണ് പേരൻസ്, യൗവനത്തിലെ ആവശ്യമാണ് കുറച്ച് പിന്നെ സാമൂഹ്യവുമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവുക, കുറച്ച് സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാകുക എന്നത്. പക്ഷെ ഇത് രണ്ടും നബിക്കുണ്ടായിട്ടില്ല. പിന്നെ സമ്പത്തുണ്ടാകണം. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന്മാർ അങ്ങനെ തന്നെയല്ലേ? ആ സമ്പത്തിനനുസൃതമായിട്ട് പിന്നെ അവിടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് കുട്ടികൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ അവർ ആവശ്യപ്പെടും. പക്ഷെ നബിക്ക് ആവശ്യപ്പെടാൻ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ അനുഭവിച്ച് ജീവിച്ചിരുന്നവനിൽ നിന്നും തട്ടിയെടുത്തോളാൻ അള്ളാഹു ആജ്ഞ കൊടുത്തു. അങ്ങനെ നിന്റെ മുമ്പിൽ കൂടി മറ്റവരങ്ങനെ മാതാപിതാക്കളും മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കണ്ട. അതുകൊണ്ട് മോനെ, നീ അതൊക്കെ കവർന്നെടുത്തോളൂ. ജൂതൻ അധ്വാനിച്ചുണ്ടാക്കുന്നത്, കാഫിറുകൾ അധ്വാനിച്ചുണ്ടാക്കുന്നതൊക്കെ നിനക്ക് ഹലാലാണ്. അങ്ങനെ പ്രവാചകന് ഹലാലായിട്ട് നീ കൊള്ളയടിച്ചെടുത്തോളൂ എന്ന് പറഞ്ഞു. ആ കൊള്ളയടിക്കുന്നതോടൊപ്പം അല്ലാഹുവേ, അതിനകത്ത് സുന്ദരികളായിട്ടുള്ള പെണ്ണുങ്ങളുമുണ്ട്, ചെറിയ ബാലന്മാരുമുണ്ട്, ചെറിയ പെൺകുട്ടികളുമുണ്ട്, രോമവളർച്ച എത്താത്തവരെയെങ്കിലും ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ കാരുണ്യമായ ആ മതം പറഞ്ഞു, ശരി നീ എടുത്തോളൂ. സർവലോക രക്ഷിതാവായിട്ടുള്ള അള്ളാഹു പറഞ്ഞു, ശരി മോനെ എടുത്തോളൂ, ഇച്ചിരി അവർക്കും കിട്ടണമല്ലോ. അതിനകത്ത് നിങ്ങൾ എന്താണ് ഇത്ര തെറ്റ് കാണുന്നത്? ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിലാക്കുക എന്നത് ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. സർവലോക രക്ഷിതാവാണ് അള്ളാഹു, സർവശക്തനാണ്, അള്ളാഹുവിന് എല്ലാം കഴിയും എന്നുള്ളതൊക്കെ നേരാണ്. പക്ഷെ അള്ളാഹുവിന് കഴിയാത്ത ഒരുപാട് സംഗതികൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്നത് അള്ളാഹു വരച്ച് കാണിച്ചു കൊടുത്തതാണ് വിശ്വാസികൾക്ക്. അതുകൊണ്ട് ജൂതനെ എവിടെ കണ്ടാലും അന്ന് വരെ കണ്ടിട്ടില്ലാത്ത, അന്ന് വരെ ഇടപെട്ടിട്ടില്ലാത്ത, ഒരു ഇണക്കമോ പിണക്കമോ ഇല്ലാത്ത ആ ജൂതന്മാര് നിനക്കെതിരെ നടന്നു വന്നാൽ അവരോട് നീ ഹലാലായിട്ടൊരു നീരസം അങ്ങ് പ്രകടിപ്പിക്കണേ, പറ്റുമെങ്കിലൊന്ന് ചവിട്ടി തള്ളിയിടണേ എന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ തിരുദൂതൻ. ഇസ്ലാമിൽ എത്രമാത്രം മഹനീയമായിട്ടുള്ള സ്ഥാനമാണ് പ്രവാചകൻ കാണിച്ചു തന്നിട്ടുള്ളത് നമുക്ക്. അതുകൊണ്ട് നമ്മുടെ അടുത്ത് താമസിക്കുന്ന ബഹുദൈവ വിശ്വാസികളോട്, അതിനിപ്പോ ആരായിരുന്നാലും ശരി, ബഹുദൈവ വിശ്വാസി മാത്രമായിരുന്നാൽ മതി, അതേ ഉള്ളൂ മാനദണ്ഡം. അവനോട് നീ പരുഷമായിട്ട് പെരുമാറണം. ഒന്നും വേണ്ട മോനെ, നിനക്ക് ഞാൻ ഇരുമ്പിറക്കി തന്നിട്ടുണ്ട്, അതുകൊണ്ട് നീ ആയുധമുണ്ടാക്കി യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ കാരുണ്യത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയണമെങ്കിൽ ഈ ക്രിസ്ത്യൻ മതത്തിന്റെ കണ്ണടകളൊന്ന് ഊരിവെച്ചിട്ട് നിങ്ങൾ ഇസ്ലാമിന്റെ കണ്ണടകളിലൂടെ നിങ്ങളതൊന്ന് നോക്കണം. ആ കാഴ്ചപ്പാടിലൂടെ നിങ്ങൾ നോക്കണം. ഞാൻ ഈ മതത്തിനകത്ത് ജനിച്ചു വളർന്ന ആളാണ്. ഈ മതത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരുപാട് കാലമൊന്നും എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇസ്ലാം ചൂണ്ടിക്കാണിക്കുന്ന കാരുണ്യം ഇതാണ്. ആക്സിഡന്റ് പറ്റി റോഡിൽ കിടക്കുന്ന മനുഷ്യന് വെള്ളം കൊടുത്തവനെ ആശുപത്രിയിൽ എത്തിക്കാനെന്നല്ല ഇസ്ലാം പഠിപ്പിച്ച മാനവികത.
വൽ അസ്റി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. ലോകത്തിലെ ഈ ഭൂമിയിലെ ഏറ്റവും മഹനീയമായിട്ടുള്ള നന്മ എന്താണെന്നറിയാമോ? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കല. അല്ലാതെ നമ്മൾ ഇവനെ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി ഇവന് വേണ്ടുന്ന പൈസ നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്ത്, ഇവന് വേണമെങ്കിൽ ബ്ലഡ് നമ്മൾ എടുത്തു കൊടുത്ത്, ഇവന്റെ ട്രീറ്റ്മെന്റ് സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് ഇവനെ നമ്മുടെ തലയിൽ എടുത്ത് വെക്കാനെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് നിങ്ങളുടെ തലവേദനയായിരിക്കും. അതിനേക്കാൾ നല്ലത് വയറ്റിൽ കെട്ടിക്കിടക്കുന്ന ഗ്യാസ് എങ്കിലും പോകാൻ നിങ്ങൾ അടുത്തുള്ള പള്ളിയിലേക്ക് പോയിട്ട് ഉച്ചയും കുത്തി മറിഞ്ഞോളാൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഇസ്ലാം അടിമുടി കാരുണ്യമാണ്. അത് ജൂതന്മാരും നസ്രാണികളും ബഹുദൈവ വിശ്വാസികളുമായിട്ടുള്ള നിങ്ങൾക്ക് മനസ്സിലാകാത്തത് നമ്മുടെ കുഴപ്പമല്ല. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സൗത്ത് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്ന ഈ ടെലിഗ്രാം ഗ്രൂപ്പ് നിങ്ങൾ ആർക്കെങ്കിലും ഇനിയും താഴെ ഇരിക്കുന്ന ഏതെങ്കിലും ജിഹാദികൾ കടന്ന് കരയുന്നുണ്ടെങ്കിൽ, ഇത്രയും പറഞ്ഞതുകൊണ്ട് നിന്റെ ഒക്കെ കുരു പൊട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാവരും കയറി ഈ ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്ന സൗത്ത് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്ന ഈ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് കയറി അതിന്റെ വീഡിയോസും അതിന്റെ പിക്ചേഴ്സും നിങ്ങൾ നോക്കിയാൽ മാത്രം മതി. ലൈവായിട്ട് ഈ ഹമാസ് തീവ്രവാദികൾ ചെയ്ത, അല്ലെങ്കിൽ അവര് തന്നെ എടുത്ത വീഡിയോസ് ആണ് കേട്ടോ, നമ്മൾ ആരും എടുത്ത വീഡിയോസ് അല്ല. ഈ ജിഹാദികൾ തന്നെ എടുത്തിട്ട് അവരുടെ ഗോപ്രോയ്ക്കകത്തും അവരുടെ ക്യാമറയ്ക്കകത്തും അവരുടെ കയ്യിലിരുന്ന ഫോണിനകത്തും ഒക്കെ എടുത്ത വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഈ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് കിട്ടുന്നത്. ഇനി ഇതൊന്നും സോഷ്യൽ മീഡിയക്കകത്തൊന്നും ഇടാൻ പറ്റത്തില്ല. കാരണം ഫേസ്ബുക്കിനകത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ആ ഫേസ്ബുക്ക് ചാനൽ തന്നെ അടിച്ചു പോകും. അതുകൊണ്ടാണ് ഇടാൻ പറ്റാത്തത്. പക്ഷെ ഇതെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ജിഹാദികൾ വന്നിട്ട് അയ്യോ അങ്ങനെ ഞങ്ങളുടെ ഹമാസ് പോരാളികൾ, ഞങ്ങളുടെ ഹമാസ് സഹോദരന്മാർ അങ്ങനെ ഒന്നും വൃത്തികേടൊന്നും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ തല്ലു വാങ്ങിക്കത്തേ ഉള്ളൂ, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ആ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് കയറാൻ ഞാനത് മേളിൽ പിൻ ചെയ്തിട്ടുണ്ട്. കമന്റ് ബോക്സിൽ തരാമോ? കമന്റ് ബോക്സിൽ ഞാൻ മേളിൽ പിൻ ചെയ്തിട്ടുണ്ട്. കമന്റ് ബോക്സിൽ എന്തിനായിരുന്നു കിട്ടുന്നില്ല? ഞാൻ ഇട്ടിട്ടുണ്ട് കമന്റ് ബോക്സിൽ, ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊന്നും ഇട്ടേക്കാം. അതിന്റെ കമന്റ് നോക്കിയാൽ പറഞ്ഞോ ജയസ്പദ. ഇതിന്റെ പഴയ വീഡിയോസ് എല്ലാം TF-ന്റെ ടെലിഗ്രാം ഗ്രൂപ്പിലും കിടപ്പുണ്ട്. അവിടെ എല്ലാം കളക്ട് ചെയ്തു. അതെ നെറ്റ് കണക്ഷൻ പോയി എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ യൂട്യൂബിലെ കണക്ഷൻ 50 ലൈവ് കട്ടായി. ലൈവ് ഇപ്പൊ ശരിയായോ? വീട്ടിൽ പോയേക്കാം. ലൈവ് കൊടുക്കുക, എന്നാൽ ഒന്നുകൂടി കൊടുക്കുക. അപ്പൊ ഞാൻ ഇതിട്ട് പറഞ്ഞത് ലൈവ് കുറച്ചേ കിട്ടിയുള്ളൂ അല്ലേ? അതെ കുറച്ച് കിട്ടുള്ളൂ. അടച്ച് കട്ടായി. അല്ല, ഞാൻ ലൈവിൽ ഇടുന്നുണ്ട്. ഓക്കെ അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ഈ ലിങ്കിൽ ഈ ലിങ്ക് നമുക്ക് മാക്സിമം പബ്ലിസൈസ് ചെയ്യണം. ഈ ലിങ്ക്, ഈ സൗത്ത് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്ന ഈ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് മാക്സിമം നമുക്ക് ലോകത്തിലെ എല്ലാ മലയാളികളുടെയും കയ്യിൽ ഇതെത്തണം. കാരണം അതിനകത്ത് വളരെ കൃത്യമായി ഈ ജിഹാദികൾ തന്നെ ആ സ്ത്രീകളെ പീഡിപ്പിച്ചതും ആ കുഞ്ഞുങ്ങളെ കത്തി ചത്തലാക്കിയതും, വണ്ടിക്കകത്ത് തന്നെ ഒരു ഭാര്യയും ഭർത്താവും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ വണ്ടി നിർത്തിയിട്ട് വണ്ടി പൂട്ടി വണ്ടിക്ക് തീ വെച്ചിട്ട് ആ ശവശരീരങ്ങൾ അവിടെ കത്തിക്കിടക്കുന്ന ആ വീഡിയോസ് പോലും, ആ പിക്ചർ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഒരു പട്ടി വീട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഒരു കറുത്ത പട്ടി ഓടി വരുമ്പോൾ ആ കറുത്ത പട്ടി, കാരണം നമ്മുടെ മാനവരിൽ മനോഹരനായ മുഹമ്മദ് കറുത്ത പട്ടികളെ കൊല്ലുന്നത് പുള്ളിക്ക് ഭയങ്കര ഒരു ഹരമായിരുന്നല്ലോ. അങ്ങനെ ഒരു കറുത്ത പട്ടി ഓടി വന്നപ്പോൾ ആ പട്ടിയുടെ തലയ്ക്ക് പോലും വെടിവെച്ചവൻ വൃത്തികെട്ടവന്മാരാണ് ഈ ഹമാസിലെ ഈ പോരാളികൾ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. കൊച്ചു കുഞ്ഞുങ്ങളെ ഒരു 6 മാസം 7 മാസമുള്ള കൊച്ചു പിള്ളാരെ പോലും, ആ പിള്ളാരെ അവരുടെ അപ്പനമ്മമാരുടെ മുൻപിൽ വെച്ച് തന്നെ ആ പിള്ളാരെ മൈക്രോവേവ് ഈ അവനകത്തോട്ട് കയറ്റി വെച്ചിട്ട് മൈക്രോവേവ് ഓൺ ചെയ്ത് ചുട്ട് അപ്പനമ്മമാർക്ക് തീറ്റിച്ചവന്മാരാണ് ഇവന്മാര്. ഇവന്മാർ ഇവിടെ കിടന്ന് കരയുന്നു. അയ്യോ അവിടെ ഗാസയിലെ പിള്ളേർക്ക് ഏതാണ്ട് നടക്കുന്നത്. ഗാസയിലെ പിള്ളേരെ ഇവര് ഉണ്ടാക്കുന്നത് എങ്ങനെയാ? 4-5 വയസ്സാകുമ്പോൾ
അപ്പോഴത്തേക്കിനും ആ പിള്ളേരോട് പറയുന്നത് അപ്പുറത്തെ ആ യഹൂദനെ കാണുന്നുണ്ട്, അപ്പുറത്തെ ആ ജെറുസലേമിലെ മല കാണുന്നുണ്ടോ, ആ മലയിലുള്ള ആ ഒരു യഹൂദനെ കൊന്നു കഴിഞ്ഞാൽ അള്ളാഹു നിനക്ക് 3 മടങ്ങാണ് നിനക്ക് അള്ളാഹു തരാൻ പോകുന്നത്. മുഹമ്മദ് തന്നെ പറഞ്ഞ നമുക്കറിയാവുന്ന ജിഹാദിന്റെ ഒരു ഹദീസാണല്ലോ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അജീഷ് ബ്രദറിന്റെ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അജീഷ് ബ്രദറിന്റെ ചാനലിനകത്ത് പോയാൽ അജീഷ് ബ്രദർ വളരെ കൃത്യമായിട്ട് ആ ഒരു ഹദീസ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അജീഷ് ബ്രദർ 2 മണിക്കൂർ മുൻപ് അജീഷ് ബ്രദർ ഒരു വീഡിയോ ഇട്ടായിരുന്നു. സഹീഹ് മുസ്ലിം 26:32a 2632a അബൂ ഹുറൈറ നിവേദനം. അള്ളാഹുവിന്റെ പ്രവാചകൻ എന്താ പറഞ്ഞെന്നറിയാമോ? എനിവൺ എമംഗ് ദ മുസ്ലിം 3 of those children die. ഏതെങ്കിലും ഒരു മുസൽമാന്റെ 3 മക്കള് അള്ളാഹുവിന്റെ മാർഗത്തിൽ മരണപ്പെടുകയാണെങ്കിൽ die, and he resigns himself calmly to the will of Allah. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് അവന്റെ ജീവിതം മാറ്റിവെക്കുകയാണെങ്കിൽ fire will not touch him. ഏതാ? തീ അവനെ തൊടത്തില്ല. പിടികിട്ടിയോ? ഈ പാലസ്തീനിലെ ഈ ജിഹാദി കുഞ്ഞുങ്ങളുടെ അമ്മമാർ എന്തിനാണ് ഈ പിള്ളേരെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവരുടെ ഈ പിള്ളേരെ എന്തിനാ ഈ മുന്നിലോട്ട് ഈ തീവ്രവാദത്തിന് വിടുന്നത്? അമ്മയുടെയോ ഒരപ്പന്റെയോ 3-3-ലധികം പിള്ളേരാരെങ്കിലും ജിഹാദിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ ഈ അമ്മയോ ഈ അപ്പനെയോ നരകത്തിന്റെ ഈ തീച്ചൂള എന്ത് ചെയ്യത്തില്ല, തൊടത്തില്ല. ഇവന്മാര് പിള്ളേരെ കൊല്ലാൻ വേണ്ടിയിട്ട് പിള്ളേരെ വിടത്തില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഹദീസ് പറയുന്നത് സഹീഹ് മുസ്ലിം 26:32a. ഓക്കെ, ഫയർ വിൽ നോട്ട് ടച്ച് ഹിം. അത് ഒരു കൂട്ടം സ്ത്രീകളോട് പുള്ളി പറഞ്ഞപ്പം 3 പേർ നിങ്ങൾ 3 കുട്ടികൾ മരിച്ചാല് തള്ളയ്ക്ക് സ്വർഗമാണെന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു സ്ത്രീ ചോദിച്ചു, അപ്പൊ 2 കുട്ടികൾ മരിച്ചാലോ എന്ന്. അപ്പൊ പറഞ്ഞു 2 കുട്ടികൾ മരിച്ചാലും സ്വർഗം കിട്ടുന്നു. മനസ്സിലായോ? ഞാൻ വേണമെങ്കിൽ ഹദീസ് വായിക്കാം. ഞാൻ ആ ഹദീസ് വായിക്കാൻ പോകും. അബൂ സഈദുൽ ഖുദ്രി നിവേദനം. ഒരു സ്ത്രീ നബിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, പുരുഷന്മാർ താങ്കളുടെ സംസാരവുമായി പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് താങ്കളുടെ അടുക്കൽ വരാൻ ഒരു ദിവസം നിശ്ചയിച്ചാലും അള്ളാഹു താങ്കളെ പഠിപ്പിച്ചത് ഞങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി. നബി പറഞ്ഞു, നിങ്ങൾ ഇന്ന ദിവസം ഒരുമിച്ച് കൂടുക. അങ്ങനെ അവർ ഒരുമിച്ച് കൂടി. നബി അവരുടെ അടുക്കൽ ചെന്ന് അള്ളാഹു അദ്ദേഹത്തെ പഠിപ്പിച്ചത് അവരെ പഠിപ്പിച്ചു. പിന്നീട് പറഞ്ഞു, നിങ്ങളിൽ ഒരു സ്ത്രീ തന്റെ 3 കുഞ്ഞുങ്ങളെ നൽകുകയാണെങ്കിൽ, ബ്രാക്കറ്റിൽ 3 കുഞ്ഞുങ്ങൾ മരിക്കുകയാണെങ്കിൽ, ഇതിവിടെ നൽകുക എന്ന് പറഞ്ഞത് ജിഹാദിന് വേണ്ടി നൽകുന്ന കാര്യമാണ് കേട്ടോ. നിങ്ങളിൽ ഒരു സ്ത്രീ തന്റെ 3 കുഞ്ഞുങ്ങളെ നൽകുകയാണെങ്കിൽ അവൾക്ക് നരകത്തിൽ നിന്നും ഒരു മറയായിരിക്കും. അപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചു, 2 കുഞ്ഞുങ്ങളാണെങ്കിലോ? അപ്പോൾ നബി പറഞ്ഞു, 2 കുഞ്ഞുങ്ങളാണെങ്കിലും 2 കുഞ്ഞുങ്ങളാണെങ്കിലും 2 കുഞ്ഞുങ്ങളാണെങ്കിലും 3 വട്ടം നബി അത് പറഞ്ഞു. സഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 45 ഹദീസ് നമ്പർ 152, സുന്നത്ത് ഉൽ-ഉമ്മയിൽ 2633 ഹദീസ്. ഒന്ന് ക്ഷമിക്കണേ, എനിക്കിതിനൊരു ക്ലാരിറ്റി വരുത്താനുണ്ട്. അതായത് പ്രവാചകനോട് വന്നിട്ട് ചോദിച്ചത്, പ്രവാചകരെ എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളാണ്. ആദ്യം പ്രവാചകൻ വിവാഹത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഹലാലായിട്ട് അവരെ വിവാഹം കഴിപ്പിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരാണെങ്കിലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പൊ കേട്ട് നിന്ന ഒരു അനുചരനാണ് ഈ ജിഹാദിനെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പൊ ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഉസ്താദിനോട് ഇങ്ങനെ ചോദിച്ചു, ഈ കുഞ്ഞുങ്ങളെ കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി ഉപയോഗിക്കുന്നത് എത്രമാത്രം ശരിയാണെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു തന്ന നിഷ്കളങ്കമായ മറുപടിയിൽ അന്ന് ഞാൻ കൺവിൻസ്ഡ് ആയിരുന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ 100% കൺവിൻസ്ഡ് ആണ്. കാരണം ആ കുഞ്ഞ് ജീവിച്ചിരുന്നാൽ ഒരുപക്ഷെ വലിയ അക്രമിയോ വലിയ ഭീകരനോ പാപിയോ കൊടും കുറ്റവാളിയോ ഒക്കെ ആയി മാറുമായിരിക്കും. അതുകൊണ്ടാണ് വളരെ നേരത്തെ തന്നെ അവൻ പൊട്ടിത്തെറിച്ചോട്ടെ എന്ന് അള്ളാഹുവിന്റെ നിഷ്കളങ്കമായ മനസ്സിന് അള്ളാഹു തോന്നിച്ചത്. അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചു, അല്ല എന്നാ പിന്നെ സൃഷ്ടിക്കുന്ന പടച്ചവന് തന്നെ അറിയത്തില്ലായിരുന്നോ? അങ്ങനെ ആ കോളേജിന് 5 തവണ റൗണ്ട് ചെയ്യാൻ പറഞ്ഞു, പണിഷ്മെന്റ്. കാരണം അള്ളാഹുവിന്റെ വിധിയെ ചോദ്യം ചെയ്തല്ലോ, അത് പാടില്ല. അപ്പൊ ഈ കുഞ്ഞുങ്ങള് ജീവിച്ചിരുന്നാൽ ഒരു പക്ഷേ വലിയ യഹിയ സിൻവാറോ ഇസ്മായിൽ ഹനിയയോ ഒക്കെ ആയി മാറുമോ എന്ന് അള്ളാഹുവിന് അന്ന് നിശ്ചയം ഉണ്ടാകാത്തത് കൊണ്ടാണ് അള്ളാഹു അവരെ ചിതറിത്തെറിച്ചോട്ടെ എന്ന് വിചാരിച്ചത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ ഉസാമ ബിൻ ലാദനൊക്കെയോന്ന്? ഇതിനകത്ത് ഇങ്ങോട്ട് ചോദിക്കാനൊന്നും പാടില്ല, അങ്ങോട്ട് പറയും. അത് തൊള്ള തൊടാതെ വിഴുങ്ങുക. ഈ ഹദീസിന്റെ എന്നെ പഠിപ്പിച്ച എക്സ്പ്ലനേഷൻ ഇതാണ്. നല്ല എക്സ്പ്ലനേഷൻ.
അല്ല ഇത് ഈ രീതിയിലാണ് വീട്ടുകളെയൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പാവങ്ങളെ. അവര് നമ്മളീ വെറുതെ ഇങ്ങനെ അവരെ ഒരു എന്താണ് ഒരു പരിധിക്ക് മേലെ നമ്മള് കളിയാക്കുക പരിഹസിക്കുക ചെയ്യുന്നതിൽ അർത്ഥമൊന്നും തോന്നുന്നില്ല. ഈ ലെവലിലാണ് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതെ, വേറെ ഒരു പ്രശ്നം രഹസ്യം തന്നെ. കൂടിയുണ്ട്. അതായത് നമ്മൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഇതിനെതിരായിട്ട് ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി വരത്തില്ല. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഭൂരിപക്ഷം വരുന്ന ഈ അന്ധവിശ്വാസികളും വെറും ഇരകൾ മാത്രമാണ്. ചെറിയ പ്രായത്തിലെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് മദ്രസയിൽ അര ക്ലാസ് എന്നാ പറയുക. ആ അര ക്ലാസ്സിൽ നമ്മളെ പഠിപ്പിക്കുക, ഒരു 3-3.5 വയസ്സ് വരും, അള്ളാഹു പണ്ടേ ഉള്ളവനാകുന്നു. പണ്ടേ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനൊരു ലിമിറ്റ് ഇല്ല. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് അള്ളാഹു ആണ്. അപ്പൊ ആദ്യം ആകാശം ഉണ്ടാക്കിയോ ഭൂമി ഉണ്ടാക്കിയോ, നീ ഇറങ്ങു പുറത്ത്. നമുക്ക് അങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല. അപ്പൊ ഈ ചെറിയ പ്രായത്തിൽ ഒരു 3.5 വയസ്സ് മുതൽ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇത് കുത്തി കയറ്റി കഴിഞ്ഞ് പിന്നെ കുറെ അത് വളർന്ന് വടവൃക്ഷമായി കഴിയുമ്പോൾ ഇതിനെതിരായിട്ട് ചിന്തിക്കുക എന്നത് അപ്രാപ്യമാണ്, പറ്റില്ല. അപ്പോൾ എൻ്റെ ഉമ്മച്ചി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണ്. വയ്യ, സോഡിയം ഒക്കെ കുറഞ്ഞു, ഏജ്ഡുമാണ്, വയ്യ. അപ്പൊ ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു. ഉമ്മയെ കാണാൻ വേണ്ടിയിട്ട് പോയതാ. അപ്പോൾ ഉമ്മച്ചിയെ കണ്ടു, അവിടെ നിന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റർ ഇക്കായോട് ചോദിക്കാണ്, ഇവളെ ഞാൻ ഒറ്റയടിക്ക് അങ്ങ് കൊല്ലട്ടെ, ഇവൾക്ക് ജിഹാദ് ചെയ്ത പ്രതിഫലവും കിട്ടും, എനിക്കും ജിഹാദ് ചെയ്ത പ്രതിഫലം കിട്ടും. അപ്പോൾ ഇക്ക പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴോ? ഇവരുടെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനെന്നാ ഉമ്മച്ചിയെ നോക്കി 2 ദിവസം ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് ഒന്ന് നിൽക്കട്ടെ. വേണ്ട ജാമി, നിന്നെ ജീവനോട് കിട്ടൂല, ഇക്ക പറഞ്ഞത്. അപ്പോൾ ഇവരുടെ കുറ്റമല്ല അത്, വെറും ഇരകൾ മാത്രമാണ്. ചെറിയ പ്രായത്തിലെ മതത്തിനു വേണ്ടി കൊല്ലപ്പെടണം എന്നത് നമ്മുടെ ബ്രെയിനിലേക്ക് ഇവർ ഇൻജെക്ട് ചെയ്ത് കഴിഞ്ഞു. അതിപ്പോൾ ഏതാണ്ട് ഇൻബിൽറ്റ് ആയി കഴിഞ്ഞു. അത് പെട്ടെന്ന് അടർത്തി മാറ്റുക എന്നത് പറ്റില്ല. അപ്പൊ ഇസ്ലാമിന് ഭീഷണിയായിട്ടുള്ള ഒരാളെ ഇല്ലാതാക്കിയാൽ നമുക്ക് അത്രയും പ്രതിഫലം കിട്ടും. അതുപോലെ തന്നെയാണ് ഈ മതത്തിന്റെ മണ്ടത്തരങ്ങളും. ഇപ്പൊ ചെറിയ കുട്ടി യഹ്യാസിൻ വാറും ഇസ്മായിൽ ഹനിയയും ഒക്കെ അവരുടെ ചെറുകുട്ടികളാണെന്ന് തോന്നുന്നു, ഒക്കത്തെടുത്ത് വെച്ചിട്ട് തോക്ക് പിടിക്കാനാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് ചെറിയ കുട്ടികളെ. അപ്പൊ ഇന്നലെ ഞാൻ വേറെ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് കണ്ടോ, കുട്ടികൾ പാവം, ദരിദ്രവാസികളായിട്ടുള്ള കുട്ടികൾ, പട്ടിണി പാവങ്ങൾ, അയ്യോ അവര് കരയുന്നത് കണ്ടോ എന്ന് വെറുതെ ഒന്ന് സർക്കാസിച്ചിട്ടൊരു ക്യാപ്ഷൻ ഇട്ടപ്പോഴേക്ക് അയ്യോ വിളിയും തെറിവിളിയുടെയും ബഹളമാണ്. കാരണം ചെറിയ കുട്ടികൾ വലിയ വലിയ മാരകമായിട്ടുള്ള ആയുധങ്ങൾ എടുത്തിട്ടാണ് ഇവർ പെരുമാറുന്നത്. ഇവരുടെ കളിയായുധങ്ങൾ പോലും ബോംബും പടക്കോപ്പും വാളും ഒക്കെയാണ്. അപ്പൊ ഈ രൂപത്തിൽ ഇവരുടെ ബ്രെയിന് ഇൻബിൽറ്റ് ആയി കഴിഞ്ഞു, ഇതുമായിട്ട് ഇവർ പൊരുത്തപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് മതം എന്തു പറയുന്നോ അതാണ് ശരി എന്ന ലെവലിലേക്ക് വന്നു. ഇപ്പൊ ഒന്നും വേണ്ട, മുജാഹിദ് ബാലുശ്ശേരി എന്താ പറഞ്ഞത്? 1000 പേരുടെ തലയന്റെ പ്രവാചകൻ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ പുണ്യമാണ് എന്നല്ലേ പറഞ്ഞത്. നമ്മുടെ എം എം അക്ബർ എന്താ പറഞ്ഞത്? പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ആ മദ്യപാനം ശരിയാണ്. കാരണം ഇവരുടെ ബ്രെയിൻ ആ രൂപത്തിൽ ഫോക്കസ്ഡ് ആണ്. അതുകൊണ്ട് ഇവർ വെറും ഇരകൾ മാത്രമാണ്, ചിന്തിക്കാൻ ശേഷിയില്ലാത്ത. ഇനിയും ചിന്തിക്കാൻ ശേഷിയുള്ളവരാണെങ്കിലോ അവർക്ക് ഈ മതം ബിസിനസ്സാ. ഇപ്പൊ എം എം അക്ബറിന്റെ ഒക്കെ അസറ്റ് എത്രയാ, മുജാഹിദ് ബാലുശ്ശേരിയുടെ അസറ്റ് എത്രയാ, സാക്കിർ നായിക്കിന്റെ അസറ്റ് എത്ര? ഇവരെങ്ങനെ ഉണ്ടാക്കിയതാ? മതത്തെ വിറ്റ് തന്നെ ഉണ്ടാക്കിയതാ, തീവ്രവാദികളെ ഉൽപ്പാദിപ്പിച്ച് തന്നെ ഉണ്ടാക്കിയതാ. ഏറ്റവും കൂടുതൽ ആളുകളെ മതം മാറ്റി അവര് ഐസിസിലേക്ക് കൊണ്ടുപോയി പൊട്ടിത്തെറിപ്പിക്കുന്നു. പക്ഷെ ഇവരുടെ മക്കള് പഠിച്ച് ഡോക്ടർ ആകുന്നു, എഞ്ചിനീയർ ആകുന്നു, അങ്ങനെ. അപ്പോൾ ഈ രൂപത്തില് ഇവര് ഇതുമായി ചെറിയ പ്രായത്തിലെ തിരിച്ചൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. അയ്യോ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതത്തിൽ നിന്ന് പുറത്തു പോകും, ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ആദ്യകാലത്ത് 1960കളിലെ ഇസ്ലാമിനെ വിമർശിച്ചു തുടങ്ങുവാണ് നമ്മുടെ ചേകനൂർ മൗലവി. അപ്പൊ ചേകനൂർ മൗലവി ചില വിഷയങ്ങൾ പറയുമ്പോഴേക്ക് ആളുകൾ പറയും, നീ മതത്തിന്റെ പുറത്തായി. ശരി, എന്നാ കുറച്ചുകൂടെ കഴിഞ്ഞോട്ടെ, ഞാൻ ഷഹാദത്ത് ചൊല്ലി അകത്ത് വന്നോളാം. രാവിലെ മുതൽ വൈകുന്നിടം വരെ അദ്ദേഹം ഇസ്ലാമിനെ വിമർശിക്കുമായിരുന്നു. എന്നിട്ട് രാത്രി അങ്ങാടിയിൽ വന്ന് ഇവരുടെ കൂടെ ഇരുന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇന്നത്തെ തീർന്നു, അതുകൊണ്ട് ഇന്ന് ഞാൻ ദീനിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവരെ ട്രോളുമായിരുന്നു. അതുപോലും മനസ്സിലാക്കാൻ ഒരു ത്രാണിയില്ല. ഇന്നിപ്പോ ഞാന് ഇത്രയും ആളുകളെ നിൽക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞൊരു തട്ടം ഇട്ട് കഴിഞ്ഞാൽ നാളെ എന്റെ ഫോളോവേഴ്സ് എത്രയായിരിക്കും എന്നറിയാമോ? ഇത്രയ്ക്കുള്ള ബുദ്ധിയെ ഇവർക്കുള്ളൂ. ഒരു സർക്കാസം പോലും മനസ്സിലാക്കാൻ പറ്റില്ല. ഇന്നലെ ഒരു 5-6 പേര് ഞാൻ ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറഞ്ഞ് യൂട്യൂബിൽ വീഡിയോ ചെയ്തേക്കാം. ഞാൻ ഈ തട്ടം ഇട്ടിട്ടൊന്ന് സർക്കാസിച്ചതാ. അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ത്രാണി ഇത്രയുള്ള ഇവരുടെ ബുദ്ധി. എന്ത് പറയാനാണ്?
ഏതെങ്കിലും താഴെ ഇരിക്കുന്ന ജിഹാദികൾ ആരെങ്കിലും, എന്റെ പ്രിയ മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ മേൽ കയറുക. പക്ഷെ പറയുമ്പോൾ റെഫറൻസ് വെച്ചിട്ടേ പറയാം. മുഹമ്മദ് മഹാവൃത്തികെട്ടവൻ മ്ലേച്ഛനായിരുന്നു എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് ഒരു സംശയമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? പിന്നെ മുഹമ്മദ് ഏതാണ്ട് 600 തൊട്ട് 700 വരെ, ചില പുസ്തകങ്ങളിൽ പറയുന്നത് 700 തൊട്ട് 800 വരെ യഹൂദന്മാരുടെ, ബനു ഖുറൈദ ട്രൈബിലെ യഹൂദന്മാരുടെ കഴുത്തുകൾ അറുത്ത് മാറ്റിയത് മദീനയിലെ ആ തെരുവുകളിൽ നല്ല പുള്ളി കുഴി കുഴിച്ചിട്ട് അവിടെ കഴുത്തുകൾ എടുത്തു മാറ്റി എന്നാണ് വളരെ കൃത്യമായിട്ട് ഇബ്ൻ ഇശാഖിന്റെ പുസ്തകത്തിൽ പറയുന്നത്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു പേജ് നമ്പർ 465 67 ഏതാണ്ടാണ്. ഓക്കെ, അതുകൊണ്ട് മേളിൽ കയറി വരുമ്പം കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. അൻപതരെ എനിക്ക് തോന്നുന്നു നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇപ്പോഴത്തെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിലുള്ള വിഷയങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കാം. ഓക്കെ 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 അപ്പോ സ്റ്റാർട്ട് ചെയ്യല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ ഞങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ഇന്ന് ഒക്ടോബർ 7-ാം തീയതിയാണ്. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന ഇസ്ലാമിക ജിഹാദി ആക്രമണത്തിന് ശേഷം ലോകം ഇസ്ലാമിക ജിഹാദിന്റെ അവരുടെ ക്ലബ് ഹൗസ് ഗ്രൂപ്പിന്റെ ചർച്ചയാണ്, അവരുടെ വിശ്വാസമാണ് അവർ പറയുന്നത്. ഖത്തറിൽ രാഷ്ട്രീയ ഓഫീസ് സ്ഥാപിച്ചുകൊണ്ട് ഗാസയിൽ നിന്നും ഇസ്രായേലിലേക്ക് ജിഹാദ് നടത്തുന്ന ഇസ്ലാമിക ജിഹാദി ഭീകര സംഘടനയായ ഹർക്കത്ത് അൽ മുഖാവമ അൽ ഇസ്ലാമിയ എന്ന ഹമാസിന്റെ നേതൃത്വത്തിൽ ഇസ്ലാമിന്റെ ധർമ്മഭടന്മാരായ ഗാസൻ മുസ്ലിം ഭീകരന്മാർ ഇസ്രായേലിന്റെ അതിർത്തി ഭേദിച്ച് അകത്ത് കടന്ന് ദിവസങ്ങൾ പ്രായമുള്ള പിഞ്ചു കുട്ടികളടക്കം 1200-ലധികം നിരപരാധികളുടെ ജീവൻ കവർന്നെടുത്തുകൊണ്ട് ഇസ്ലാമിക ഭീകരതയ്ക്ക് ഒരു പുതിയ അധ്യായം രചിച്ച് ലോകത്തെ ഞെട്ടിച്ചതിന്റെ 2-ാം വാർഷികം. മനുഷ്യത്വത്തിന്റെ ചരിത്രത്തിൽ ഒരു ഇരുണ്ട അധ്യായം എഴുതപ്പെട്ടതിന്റെ 2-ാം വാർഷികം. ഇസ്ലാം എന്നാൽ എത്രമാത്രം ഹീനവും നീചവും ക്രൂരവും നികൃഷ്ടവുമാണെന്ന് പരിഷ്കൃത ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടിയതിന്റെ 2-ാം വാർഷികമാണ്. ഈ ജിഹാദി ഭീകരാക്രമണം മനസ്സിനകത്ത് മനുഷ്യത്വത്തിന്റെ കണികയെങ്കിലും അവശേഷിച്ചിരിക്കുന്ന സകല മനുഷ്യരിലും നടുക്കമുളവാക്കിയ ഒരു ദുഷ്ടതയായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം, മനുഷ്യത്വത്തിന്റെ കണിക അവശേഷിച്ചിരിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്, അല്ലാതെ ഈ അന്തംഗമ്മികളും ടീമുകളെ കുറിച്ചല്ല. മനുഷ്യരായിരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ്. അന്തംഗമ്മികൾ മാത്രമല്ല, പൊങ്ങികളും ഇത് തന്നെയാണ്. 4 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന, ആരുടെയും കാല് വെക്കുന്ന, ആരുടെയും കാല് പിടിക്കുന്ന ഈ ടീമുകൾ, അവർക്കൊന്നും മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ല. അവർക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിൽ എത്തിയാൽ മതി എന്നേ ഉള്ളൂ. അപ്പൊ അവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മനുഷ്യത്വമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ ഭീകരാക്രമണം ഒരു വലിയ നടുക്കം തന്നെയായി. എഴുത്തുമാനെ അറിയാത്ത അപരിഷ്കൃതനായ മുഹമ്മദ് കാണിച്ചു കൊടുത്ത മനുഷ്യത്വഹീനതയിൽ ഉത്തമ മാതൃകയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഇസ്ലാമിന്റെ ധർമ്മഭടന്മാരായ ഹമാസ് ഭീകരന്മാർ 7-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ മരുഭൂമിയിൽ വെച്ച് ഖൈബറിലെയും ബനു നദീറിലെയും ബനു ഖുറൈളയിലെയും ബനു ഖൈനുക്കയിലെയും നിരപരാധികളായ ജൂതന്മാരുടെ രക്തം എങ്ങനെയാണോ ചൊരിഞ്ഞത്, അതേപോലെ തന്നെ ഇസ്രായേലിലുണ്ടായിരുന്ന യഹൂദന്മാരും അല്ലാത്തവരുമായ നിസ്സഹായരായ മനുഷ്യരുടെ രക്തവും ഇന്നത്തെ ഈ ആധുനിക കാലത്തെ മുഹമ്മദിന്റെ അനുയായികൾ ചെയ്തു. യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ, കുറ്റബോധത്തിന്റെ നേരിയ ലാഞ്ചന പോലുമില്ലാതെ, ഖുറാനിലും ഹദീസുകളിലും ചെയ്യാൻ കൽപ്പിച്ചിരിക്കുന്ന മതപരമായ കടമയും കർത്തവ്യവുമാണ് തങ്ങൾ നിർവഹിക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് ഇസ്ലാമിന്റെ ധർമ്മഭടന്മാരായ മനുഷ്യപിശാചുക്കൾ അന്ന് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി കണ്ണിൽ കണ്ടവരെയെല്ലാം കൊന്നുതള്ളി താണ്ഡവമാടിയത്. കുട്ടികളെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് കൊന്നു. അതുപോലെ കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കളെ കൊന്നു. ജീവനോടെ ആളുകളെ ചുട്ടുകൊന്നു. സ്ത്രീകളെയും പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്തുകൊണ്ട് നബിചര്യ നിർവഹിച്ചു. പുരുഷന്മാരുടെ തലയെടുത്തു. അതിൽ ഹോളോകോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ട വൃദ്ധന്മാരായ ആളുകൾ, ഹോളോകോസ്റ്റ് നമുക്കറിയാം എത്ര കൊല്ലം മുമ്പ് നടന്നതാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഇന്ന് വയോവൃദ്ധരൊക്കെയാണ്. അങ്ങനെയുള്ള ആ വൃദ്ധന്മാരെ അടക്കം പീഡിപ്പിച്ചു കൊന്നു. മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞുങ്ങളെ മൈക്രോവേവ് അവനിൽ വെച്ച് ജീവനോടെ വേവിച്ചിട്ടു. ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ബലാത്സംഗം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പാവ സ്ത്രീകളുടെ തലയിലേക്ക് തോക്ക് ചേർത്ത് വെച്ചിട്ട് വെടിയുണ്ട കയറ്റി. അവസാനം കൊന്നു മടുത്തപ്പോ ഇവര് കണ്ണി കണ്ട മനുഷ്യരെയൊക്കെ, അത് ജൂതന്മാര് മാത്രമല്ല കേട്ടോ, അവിടെ ജോലിക്ക് പോയിരുന്ന നേപ്പാളിൽ നിന്നും മറ്റു അല്ലെങ്കിൽ പുറമേ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവ യഹൂദനെ അല്ല, ഇസ്രായേൽ ഐഡന്റിറ്റി അല്ല അവനുള്ളത്, ഇവ പുറമേ ഉള്ളവനാണ്.
അതൊക്കെ അറിഞ്ഞിട്ടും അങ്ങനെയുള്ള ആൾക്കാരെ സകല എണ്ണത്തിനെ കണ്ണി കണ്ടവരെയൊക്കെ പിടിച്ച് ട്രക്കുകളിൽ അട്ടിയട്ടിയായിട്ട് അവരുടെ മോളിൽ കയറിയിരുന്നവന്മാർ ഗാസയിലേക്ക് തിരിച്ചു. ഇസ്രായേലിന്റെ മണ്ണിൽ നിന്ന് നിരപരാധികളുടെ ഹൃദയം പൊട്ടുന്ന നിലവിളികൾ ഉയരുന്ന സമയത്ത് ഗാസയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഗാസയിലെ ആബാലവൃദ്ധ ജനങ്ങൾ, ആബാലവൃദ്ധം എന്ന് ഞാൻ ചുമ്മാ ഇതായിട്ട് പറഞ്ഞ ആലങ്കാരികമായിട്ട് പറഞ്ഞതല്ല, അക്ഷരാർത്ഥത്തിൽ ആബാലവൃദ്ധ, അതായത് ബാലന്മാര് മുതൽ വൃദ്ധന്മാര് വരെയുള്ള ജനം. മനസ്സിലായോ? ജൂതന്റെ രക്തം വീണും ഭൂമി ചുവന്നതിൽ സന്തോഷം കൊണ്ട് അന്യോന്യം മധുരം വിളമ്പി തെരുവുകളിൽ ആഹ്ലാദ നൃത്തം ചവിട്ടുകയായിരുന്നു. ഇന്ന് ഈ കേരളക്കരയിൽ പോലും ആ സന്തോഷത്തിന്റെ അലയൊലികൾ എത്തി. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കേവലം 2 കൊല്ലം മുമ്പ് നടന്നതല്ലേ? ഇസ്രായേലിന്റെ കൊട്ടിഘോഷിക്കപ്പെട്ട അയോൺ ഡോമിനെ ഹമാസിന്റെ റോക്കറ്റുകൾ തകർത്ത് തരിപ്പണമാക്കിയെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഇസ്ലാമിക ധർമ്മപടന്മാര് സോഷ്യൽ മീഡിയയില് ആനന്ദഘോഷം നടത്തുന്നത് ഓർമ്മയില്ലേ? അതൊക്കെ എന്തായിരുന്നു അവന്മാരുടെ ഇത്? ഇത്ര കൊട്ടിഘോഷിക്കപ്പെട്ട വിശ്വപ്രസിദ്ധമായ അയൺ ഡോം തകർന്നു, ഹമാസ് തകർത്തു, ഹമാസിന്റെ റോക്കറ്റുകൾ പിടിച്ചു നിർത്താൻ അയൺ ഡോമുകൾക്ക് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് എന്ത് വീരവാദമായിരുന്നു. തിരിച്ചു കിട്ടിക്കഴിഞ്ഞ വീരവാദമാണ്. പക്ഷെ ഇരവാദത്തിന് മുമ്പ് വീരവാദത്തിന്റെ ഒരു കാലം അവർക്കുണ്ടായിരുന്നു. 2 കൊല്ലം മുമ്പ് ഇതേ ദിവസം വീരവാദമായിരുന്നു. ക്ലബ് ഹൗസിൽ രാത്രി അതേ ദിവസം ശനിയാഴ്ച വൈകുന്നേരം, ഞായറാഴ്ച ആയതുകൊണ്ട് പൊതുവെ ഞങ്ങൾ ശനിയാഴ്ച റൂമുകൾ ഇടാത്തതാണ്. എന്നിട്ട് ഞങ്ങൾ അന്ന് ശനിയാഴ്ച റൂം ഇട്ടിരുന്നു. ആ സമയത്ത് വെറുതെ ഇട്ടതല്ല, ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറെ മുസ്ലിം ഗ്രൂപ്പുകളിൽ ആഘോഷമാണ്. അതുകൊണ്ട് മാത്രം ഞങ്ങൾ അന്ന് റൂം ഇട്ടത് വൈകുന്നേരം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ദിവസം. ഇസ്രായേലിനെതിരായ ഈ ക്രൂരമായ ആക്രമണം ഹമാസ് മനഃപൂർവ്വം തുടങ്ങി വെച്ചൊരു യുദ്ധമാണ്. യുദ്ധമൊന്നും പറയാൻ പറ്റില്ല, അത് കേവലം ഒരു ജിഹാദി ഭീകരാക്രമണമാണ്. എന്തായാലും ഇസ്രായേൽ തിരിച്ചടിച്ചു തുടങ്ങിയതൊരു യുദ്ധമായിട്ട്. ഇത് 2 വർഷം ആയല്ലോ. 2 വർഷം കഴിഞ്ഞ ദിവസം നമ്മൾ ഹമാസ് തുടങ്ങി വെച്ച യുദ്ധത്തിന്റെ അനന്തരഫലം എന്തായിരുന്നു എന്നൊന്ന് പരിശോധിച്ചു നോക്കാം. എന്തായാലും മൊത്തത്തില് ഇത് 2 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാം കൊണ്ടും നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിന് എല്ലാം കൊണ്ടും നേട്ടമാണ്. കാരണം അതുവരേക്ക് ഇസ്രായേല് വേട്ടക്കാരന്റെ പക്ഷത്താണ്. ലോകത്തിന്റെ മുമ്പിൽ ഇസ്രായേൽ വേട്ടക്കാരന്റെ പക്ഷത്തും പലസ്തീനികൾ ഇരയുടെ പക്ഷത്തുമായിരുന്നു. പക്ഷെ 2 കൊല്ലം മുമ്പ് നടന്ന ഈ ഒരൊറ്റ സംഭവത്തോടുകൂടി പ്ലേറ്റ് നേരെ തിരിഞ്ഞു. ഇസ്രായേൽ ഇരയാണെന്നുള്ള കാര്യം ലോകത്തിന് മനസ്സിലായി. ഇസ്ലാമിക ഭീകരതയുടെ ഇരയാണ് ഇസ്രായേൽ എന്നുള്ള കാര്യം ചിന്തിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലായി. അത് ഓരോന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ലിങ്ക് ഉണ്ടല്ലോ, ടെലഗ്രാമിന്റെ ലിങ്ക്, അത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കാണും. അത് മാത്രമല്ല വേറെയും കുറെ ഉണ്ട്. ഇതിന്റെ വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്. വെബ്സൈറ്റുകളിൽ ചെന്നാലും കാണും. അവരത് ഓരോ ഫയലുകളായി തിരിച്ചിട്ടിരിക്കുകയാണ്. ഓരോ കിബുട്സുകൾ, അതിന്റെ ഫയലുണ്ട്. അപ്പൊ ഇന്ന കിബുട്സ് നടന്ന ആക്രമണം, ആ കിബുട്സിലെ ഓരോ ഫാമിലിയുടെ ഫയൽ വേറെ അതിനകത്ത് കയറി കാണാം. ആ ഫാമിലിയിലെ ഓരോരുത്തരെ എങ്ങനെ കൊന്നിരിക്കുന്നു, അതിന്റെ ചിത്രങ്ങൾ. മനസ്സിലായോ? ഓരോരോ പ്രദേശങ്ങളിലേക്ക് കിബുട്സുകൾ ആക്രമിച്ചിട്ടുണ്ട്. ആക്രമിക്കപ്പെട്ട കിബുട്സുകളുടെ ഫയലുകൾ വേറെ. പിന്നെ അതല്ലാതെ റോഡുകളിൽ വെച്ച് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഇതൊക്കെ കാണാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ. ഒരു കുഞ്ഞിനെ അമ്മ മാറോട് അടക്കി പിടിച്ച് കത്തിക്കരിഞ്ഞു പോയി കിടക്കുന്നത്, ആ ചിത്രമൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസാക്ഷിയുള്ളവർക്ക് അത് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഞാൻ സത്യം പറഞ്ഞ അധികം കണ്ടില്ല, കുറച്ചൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിർത്തിയത്. എനിക്ക് പറ്റുന്നില്ല ഇതുപോലെയുള്ള ക്രൂരതകൾ. ഇതാണ് ഇസ്രായേലിന്റെ നയതന്ത്ര പ്രതികള് UN-ലെ മറ്റ് രാജ്യങ്ങളുടെ പ്രതിനിധികൾക്കെല്ലാം ഈ ഫോട്ടോകൾ കൊടുത്തു. ഇതെല്ലാം ചുമ്മാ പെൻഡ്രൈവിലാക്കിയിട്ടല്ല, ഫോട്ടോ ആയിട്ട് തന്നെ കൊടുത്തു, ഫിസിക്കൽ കോപ്പി ആയിട്ട് തന്നെ കൊടുത്തു എല്ലാവർക്കും. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലായത് ഇസ്രായേൽ എന്തുകൊണ്ട് ഇരയായിരിക്കുന്നു എന്ന്. അതിനുശേഷം പിന്നെ ഇസ്രായേലിന്റെ ഒരു തിരിച്ചടിയുണ്ട്. ഇവര് പെട്ടെന്ന് 2 ദിവസം മുമ്പ് വീരവാദം അടിച്ചുകൊണ്ടിരുന്നവന്മാര് ഒറ്റ അടിക്ക് വേറെ ഇതിലേക്ക് മാറി, മോഡ് മാറി. അവരുടെ വീരവാദ മോഡിൽ നിന്ന് ഇരവാദ മോഡിലേക്ക് മാറി. അയ്യോ ഞങ്ങളെ കൊല്ലുന്നേ സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ, സ്ത്രീകൾ, ഗർഭിണികൾ, സ്ത്രീകൾ, കുട്ടികൾ. ഇത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതും പറഞ്ഞുകൊണ്ട് കരച്ചിലോട് കരച്ചിൽ. ആ കരച്ചിലൊന്നും തീർന്നിട്ടില്ല, തീരുകയുമില്ല. ഇസ്രായേൽ അന്ന് പറഞ്ഞിരുന്നു, ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഞങ്ങളായിട്ട് ആരംഭിച്ച യുദ്ധമല്ല ഇത്, പക്ഷെ ഇത് എപ്പോ അവസാനിപ്പിക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളായിട്ട് യുദ്ധം അവസാനിപ്പിക്കും, എപ്പോ അവസാനിപ്പിക്കണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കും. ആ പറഞ്ഞത് അയാൾ അങ്ങനെ തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഒരു മാറ്റമില്ല. അയാൾ ശരിക്കും പറഞ്ഞ ഈ എന്താ പറയുന്നത്, ലോകത്തെ തന്നെ നയിക്കുക.
കഴിവും ശേഷിയുള്ള ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള മനുഷ്യരെന്നൊക്കെ പറഞ്ഞത് ഇമാതിരി സാധനം. ലോകം എന്തൊക്കെ പറയുന്നത് അയാൾക്ക് വല്ല കുലുക്കുണ്ട്. അയാൾ മുന്നോട്ട് തന്നെ പോകുന്നു. അമേരിക്ക പറഞ്ഞിട്ട് പോലും അയാൾക്ക് കുലുക്കൊന്നും. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ പൗരന്മാരുടെ ജീവൻ അവർ കൊടുക്കുന്ന വില അത്രയാണ്. ആ ഒരു പൗരന്റെ ജീവൻ എടുത്താൽ അതിന് കണക്കവർ ചോദിക്കും. അതാണ് വ്യത്യാസം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഓരോ കാര്യം തിരിച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇത് ഹമാസിന് തന്നെ, ഹമാസ് ചെയ്തത് സത്യം പറഞ്ഞാൽ ആത്മഹത്യാപരമായ ഒരു കാര്യമായിരുന്നു. ഹമാസിന്റെ ലക്ഷ്യം ഇത് തന്നെയാണ്, ഇസ്രായേലിന്റെ ഉന്മൂലനമാണ്. ഇസ്രായേൽ ഒരിക്കലും പലസ്തീനികളുടെ ഉന്മൂലനം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഇവരെയൊക്കെ തീർക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ലക്ഷ്യമില്ല. അവർ സമാധാനപരമായ സഹവർത്തിത്വം എന്നുള്ള ആ കാഴ്ചപ്പാടാണ് എപ്പോഴും മുന്നോട്ട് വെച്ചിരുന്നത്. സമാധാനപരമായ സഹവർത്തിത്വം. ഈ പലസ്തീനികളെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്ത അവർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സഹവർത്തിത്വം, സമാധാനപരമായ സഹവർത്തിത്വം എന്നുള്ള ഇതിലാണ് അവർ മുന്നോട്ട് പോയത്. എന്നാൽ പലസ്തീനികളുടെ ലക്ഷ്യം അതല്ല. പലസ്തീനികളെ സംബന്ധിച്ച് എപ്പോഴും ഇസ്രായേലിന്റെ നാശം തന്നെയാണ്. അത് പലസ്തീനികൾ മാത്രമല്ല, മുസ്ലിങ്ങൾ, ആഗോള മുസ്ലിങ്ങളുടെ ലക്ഷ്യം അത് തന്നെയാണ്, ജൂതന്റെ ഉന്മൂലനമാണ്. കാരണം കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഖുർആനിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഈ അവസാനത്തെ യഹൂദനെയും കൊല്ലേണ്ട കാര്യം. അത് ഇതിനകത്തല്ല, ഖുർആനിലല്ല, ഹദീസുകളിലാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഖുർആനിനകത്തും ഉണ്ട് യഹൂദ വിരോധം, യഹൂദ വിദ്വേഷം നന്നായിട്ടുണ്ട്. ഹദീസുകളിലേക്ക് വരുമ്പോൾ അതിനേക്കാളും കൂടിയ അളവിൽ കാണാം. അവസാനത്തെ യഹൂദനെയും കൊല്ലുമെന്നുള്ളത്. അത് അവനെ കൊല്ലാതെ ലോകാവസാനം സംഭവിക്കുകയില്ല, മുഹമ്മദ് എഴുതി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് ഇല്ലാതാക്കുന്നത്. ഇതിന് വേറൊരു ഇതുണ്ട്, ഇവരെ മുഹമ്മദ് ഇതേപോലെ പറഞ്ഞ മറ്റൊരു കാര്യമാണ് കോൺസ്റ്റാന്റിനോപ്പിളിനെ ആക്രമിച്ച് തുർക്കികളുമായിട്ട് മുഹമ്മദ് പറയുന്നുണ്ട്. കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ച് കീഴടക്കുന്ന സൈന്യമായിരിക്കും ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൈന്യം, ആ സൈന്യത്തിന്റെ നായകനായിരിക്കും ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും മികച്ച സൈന്യാധിപൻ എന്നൊക്കെ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ കാരണം കൊണ്ട് തന്നെ മുഹമ്മദ് ചത്ത് കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും, അതായത് ഈ ഉമറിന്റെ കാലത്ത്, ഉമർ ഖലീഫ ആയിരിക്കും ഇസ്രായേല് ചെയ്യുന്ന, ഇസ്രായേലിയരോട് ഹമാസ് ചെയ്യുന്ന ചതി അറിയണമെങ്കിൽ സൗത്ത് ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പ് കേട്ടോ, അതും കൂടി ഞാൻ റെക്കമെൻഡ് ചെയ്യുവാണ്. കുറച്ചുപേരെ തിരിച്ചു വന്നു. തീർന്നില്ല, പിന്നെയും അയക്കും. പിന്നെയും, അതായത് AD 600-കളില് 638 അയക്കുന്നത്. അവിടുന്ന് മുതലേ ഉള്ള ഇത് നമ്മൾ നോക്കുമ്പോൾ ഓരോ നൂറ്റാണ്ടുകളിലും ഓരോ തലമുറയിലും ഈ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ നേരെ ഇസ്ലാമിക സൈന്യം ചെല്ലുന്നുണ്ട്. അവസാനം 1500-കളായി കഴിഞ്ഞപ്പോഴാണ് കിട്ടുന്നത്. നീണ്ട ഏതാണ്ട് ഒരു 8 നൂറ്റാണ്ട് കാലത്തോളം അവര് ഇത് പിടിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തു. 8 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു മാതൃക അവരുടെ മുമ്പിൽ ഉള്ളത് കൊണ്ടാണ് ഇസ്രായേലിന്റെ മുമ്പാകെ എത്ര വട്ടം പോയി പരാജയപ്പെട്ടാലും, അതിനു മുമ്പ് അങ്ങനെയാണ്, അവർ ഓരോ പ്രാവശ്യം പോവും, പരാജയപ്പെടും. പരാജയം എന്ന് പറഞ്ഞാൽ ചെറിയ പരാജയമൊന്നുമല്ല. അതായത് 2 ലക്ഷം സൈനികരൊക്കെ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത് 450-500 പേരാണ്. മനസ്സിലായോ? അപ്പൊ ഉണ്ടാകുന്ന നഷ്ടം എത്ര ഭീകരമാണെന്ന് ആലോചിക്കുക. 2 ലക്ഷം സൈനികർ പോയിട്ട് തിരിച്ചു വരുന്നത് 1000 താഴെ ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ, എന്നിട്ടും നിർത്തുകയല്ല, പിന്നെയും ആളെ കൂട്ടി, ചിലപ്പോൾ അടുത്ത തലമുറയിലായിരിക്കും, ആളെ കൂട്ടിയിട്ട് പിന്നെയും കോൺസ്റ്റാന്റിനോപ്പിളിനെ കീഴടക്കാൻ. അങ്ങനെ 8 നൂറ്റാണ്ട് ശ്രമിച്ചതിന് ശേഷമാണ് അവർക്ക് കിട്ടിയത്. അപ്പൊ ഇത് ഇവരുടെ മുമ്പാകെ ഒരു മാതൃകയായിട്ട് നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് എത്ര പ്രാവശ്യം ഇസ്രായേലിന് നേരെ യുദ്ധത്തിന് പോയിട്ട് പരാജയപ്പെട്ടാലും തോറ്റാലും പിന്നെയും ഇവർ പോകുന്നത്. കാരണം കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചതുമായിട്ട് നോക്കുമ്പോൾ ഇത് അത്രയും ആയിട്ടില്ല. അത് 8 നൂറ്റാണ്ട് കിട്ടിയത്. ഇത് ചിലപ്പോൾ 10 നൂറ്റാണ്ട് കഴിയുമായിരിക്കും, 1000 കൊല്ലം കഴിയുമായിരിക്കും. പക്ഷെ 1000 കൊല്ലം കഴിഞ്ഞാലും ഞങ്ങൾ പിടിക്കും എന്നുള്ളതാണ് ഇവരുടെ ചിന്ത. അതുകൊണ്ടാണ് പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഇസ്ലാമിന്റെ ഈ ചരിത്രമോ അല്ലെങ്കിൽ ഹദീസിലും ഖുറാനിലും എഴുതി വെച്ചിരിക്കുന്ന ഈ ആന്റിസെമിറ്റിസത്തിന്റെ വാചകങ്ങളോ ഒന്നും സാധാരണ മനുഷ്യർക്ക് അറിയില്ല. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരു പിടിയില്ല ഇതിനെക്കുറിച്ച്. അത് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആഗോളതലത്തിലുള്ള രാഷ്ട്രീയക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു പിടിയുമില്ല. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇതിനെ കാണുന്നത് കേവലം ഒരു ഭൂമി സംബന്ധമായ പ്രശ്നം, ഭൂമി സംബന്ധമായ കലഹം എന്നുള്ള നിലയിൽ മാത്രമാണ്. അപ്പൊ ഇത് ഭൂമി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുമോ? ഇപ്പൊ അവിടെ ഇസ്രായേല്, ഇപ്പൊ നിലവിലുള്ള ഇസ്രായേലിനെ വിഭജിച്ചിട്ട് അതിന്റെ അകത്ത് കുറെ ഭൂമി പലസ്തീനികൾക്ക് കൊടുത്തു നോക്കി, പ്രശ്നം തീരും? തീരില്ല. അങ്ങനെ തീരുകയായിരുന്നെങ്കിൽ 1922 തീരണമായിരുന്നു.
1922 ബ്രിട്ടൻ എന്താണ് ചെയ്തത്? 1920 സാൻഡ്രിമോ കോൺഫറൻസിൽ വെച്ച് ബ്രിട്ടനെ മാൻഡേറ്റ് കൊടുത്തു, അധികാരം കൊടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ പ്രശ്നം ഉണ്ടായിരിക്കുമ്പോ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി യഹൂദന് അവിടെ ഒരു രാഷ്ട്രം ഉണ്ടാക്കി കൊടുക്കുക, ബാൽഫർ ഡിക്ലറേഷന്റെ അടിസ്ഥാനത്തിൽ യഹൂദനൊരു ഒരു താമസിക്കാൻ ഭൂമി ഉണ്ടാക്കി കൊടുക്കുക, ബാക്കി ഭൂമി അറബികൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രിട്ടനെ ചുമതലപ്പെടുത്തിയത്. ബ്രിട്ടൻ എന്താണ് ചെയ്തത്? ബ്രിട്ടൻ അത് ചെയ്തില്ല. ബ്രിട്ടൻ നേരെ ഓപ്പോസിറ്റാണ് ചെയ്തത്. ബ്രിട്ടൻ അറബികൾക്ക് ഒരു രാജ്യം ഉണ്ടാക്കി കൊടുത്തു, അതാണ് ട്രാൻസ് ജോർദാൻ, ഇന്നത്തെ ജോർദാൻ. അറബികൾ അവർക്ക് വേണ്ടി ട്രാൻസ് ജോർദാൻ ഉണ്ടാക്കി കൊടുത്ത മൊത്തം ഭൂമിയുടെ 77% ഭൂമിയാണ്. 77% ഭൂമിയാണ് ട്രാൻസ് ജോർദാൻ എന്ന് പറഞ്ഞ് അവർക്ക് കൊടുക്കുന്നത്, മുസ്ലിങ്ങൾക്കായിട്ട് കൊടുത്തത്. അപ്പൊ ഇത് കേവലം ഭൂമി സംബന്ധമായ കലഹമായിരുന്നെങ്കിൽ ഇത് അന്നേ തീരേണ്ടതാണ്. കാരണം ഭൂമി അന്നേ കൊടുത്തു, അത് കുറച്ച് ഭൂമിയൊന്നുമല്ല. 77% ഭൂമി. ഈ 77% ഭൂമി എന്ന് പറയുന്നത് അതുവരെ തരിശായി കിടന്ന ഭൂമി യഹൂദന്മാർ അങ്ങോട്ടേക്ക് കുടിയേറി അവിടെ റിസർവോയറുകൾ പണിതു, അവിടെ തോട്ടങ്ങൾ നട്ടുണ്ടാക്കി, കിബുട്സുകളും മറ്റുമൊക്കെ ആയിട്ട് അവിടെ കുറെ പച്ച പിടിപ്പിച്ചെടുത്ത് ആ സ്ഥലം മുഴുവൻ, അതായത് യോർദാൻ നദിയുടെ കിഴക്കേ ഭാഗത്തുള്ള ഭൂമി, പടിഞ്ഞാറ് ഭാഗത്തുള്ളത് ഇന്നത്തെ ഇസ്രായേൽ. അപ്പൊ കിഴക്കേ ഭാഗത്ത് 2.5 ഗോത്രങ്ങൾ അവിടെ താമസിച്ചിരുന്നു. പണ്ട് പഴയ നിയമം നോക്കിയാൽ അറിയാം, 2.5 ഗോത്രങ്ങൾ താമസിച്ചുകൊണ്ടാണ് യഹൂദന്മാർ അവിടെയും ഭൂമി വാങ്ങി പിതാക്കന്മാരുടെ ദേശം എന്ന് പറഞ്ഞ് അവിടെയും മെച്ചപ്പെടുത്തിയെടുത്തത്. ആ മെച്ചപ്പെടുത്തിയെടുത്ത ഭൂമി അവിടെയുള്ള അവരുടെ കിബുട്സുകൾ അല്ലെങ്കിൽ അവരുടെ തോട്ടങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് യഹൂദന്മാർ ഇപ്പുറത്തേക്ക് ഓടിപ്പോകുന്നത്. വിഭജന കാലത്ത് പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് വന്നതുപോലെ, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളൊക്കെ ഇന്ത്യയിലേക്ക് ഓടി വന്നതുപോലെ സകലതും അവിടെ ഉപേക്ഷിച്ചിട്ട് ഓടി വരികയും ചെയ്തത്. ഇവർക്ക് ഫ്രീ ആയിട്ട് കുറെ സ്ഥലം കിട്ടി. സ്ഥലം, അതുപോലെ കുറെ യഹൂദന്റെ അധ്വാനം, ഇതെല്ലാം അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അപ്പൊ ഭൂമി സംബന്ധമായ കലഹമായിരുന്നെങ്കിൽ ഇത് അന്ന് തീരേണ്ടതല്ലേ? തീർന്നില്ലല്ലോ. എന്ത് ചെയ്തു? ഈ യോർദാനിൽ ഉണ്ടായിരുന്ന ആ മുസ്ലിങ്ങൾ ഉണ്ടല്ലോ, പിൽക്കാലത്ത് അവർ ഇങ്ങോട്ടേക്ക് കുടിയേറുകയാണ്. മനസ്സിലായോ? അവർക്ക് അന്നേ ഭൂമി അവിടെ ബ്രിട്ടീഷുകാർ കൊടുത്ത സ്ഥലത്ത് താമസിച്ചിരുന്നവൻ പോലും പിന്നെ ഇങ്ങോട്ടേക്ക് കൂടുകയാണ്. എന്താണ്? ഈ ജൂതനെതിരെ ജിഹാദ് നടത്തി ജൂതനെ ഇവിടെ നിന്ന് ഓടിപ്പിച്ചു കളയാൻ, അതിനു വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അതുപോലെ ഈജിപ്തിൽ നിന്ന് വന്നു, ഇറാഖിൽ നിന്ന് വന്നു, സിറിയയിൽ നിന്ന് വന്നു, ലെബനോനിൽ നിന്ന് വന്നു, സൗദി അറേബ്യയിൽ നിന്ന് വന്നു. ഇവരൊക്കെ ജിഹാദ് നടത്താൻ വേണ്ടി വന്നവരാ. ആ വന്നവരുടെ മക്കളാണ് ഇന്ന് പലസ്തീനികൾ എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഈ പലസ്തീനികൾ എന്ന് പഴയ കാലത്ത്, അതായത് നിങ്ങൾ ചരിത്രം ശരിക്കും ഇത് മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നം കൂടിയുണ്ട്. പലസ്തീനികൾ എന്നൊക്കെ 1800-കളിലും 1700-1800-കളിലൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ളത് യഹൂദന്മാരെയാണ്, യഹൂദനെയാണ്, അല്ലാണ്ട് ഇന്നത്തെ പലസ്തീനികളെ അല്ല. ഇവര് വരുമ്പോ യൂറോപ്പിൽ നിന്നും മറ്റുമൊക്കെ അവിടേക്ക് സഞ്ചാരികളായിട്ട് വരുന്ന ആളുകൾ പലസ്തീനികൾ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചിരിക്കുന്നത് യഹൂദന്മാരെയാണ്. പിന്നീട് 1967-ലെ യുദ്ധത്തിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ, ഇത് പലസ്തീനികൾ എന്നുള്ള ഈ കാര്യം മനസ്സിലാക്കണമെങ്കിൽ അറബ് ഹയർ കമ്മീഷനൊക്കെ ഇവർക്ക് മൊഴി കൊടുക്കുന്നുണ്ട്. ഈ പീൽ കമ്മീഷന്റെ മുമ്പ് വന്നിട്ട് മൊഴി കൊടുക്കുന്നത്. അതുപോലെ അറബ് ഹയർ കമ്മീഷൻ ഐക്യരാഷ്ട്രസഭയിലൊക്കെ മൊഴി കൊടുക്കുന്നുണ്ട്. പലസ്തീൻ എന്ന് പറയുന്നൊരു ഖുറാനകത്തില്ല. പലസ്തീൻ അത് ഇവരുടെ കണ്ടുപിടുത്തമാണ്, ഈ ബ്രിട്ടീഷുകാരുടെ കണ്ടുപിടുത്തമാണ്, ഞങ്ങൾ പലസ്തീൻ അംഗീകരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് മൊഴി കൊടുക്കുന്നത്. അതുപോലെ ഫിലിപ്പ് ഹിറ്റി ഇവരുടെ ഹിസ്റ്റോറിയൻ അല്ലേ, ഫിലിപ്പ് ഹിറ്റി പറയുന്നത് പലസ്തീൻ ദർ ഇസ് നോ സച്ച് കൺട്രി ആസ് പലസ്തീൻ എന്ന് പറയുന്നത്. ഇല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് അവരെല്ലാം പറഞ്ഞു. പലസ്തീൻ ഇല്ല, കാരണം പലസ്തീൻ എന്ന് പറഞ്ഞാൽ അത് യഹൂദനുമായി ബന്ധപ്പെട്ടതായിരുന്നു അന്ന്. എന്നാൽ പിന്നീട് ഇവര് 6 ദിവസത്തെ യുദ്ധത്തിൽ 1967 6 ദിവസത്തെ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം, അതിനു മുമ്പേ ഈ പലസ്തീൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മറ്റേ ചങ്ങാതിയാണ്, നമ്മുടെ കാട്ടുകാളനുണ്ടായിരുന്നല്ല യാസർ അറഫാത്ത്. യാസർ അറഫാത്ത് പലസ്തീൻ, ഞങ്ങൾ പലസ്തീനികൾ എന്നൊക്കെ പറയുന്നുണ്ട്. അത് അധികം പേര് തന്നെ വില കൊടുത്തില്ല. എന്നാൽ 67 6 ദിവസം യുദ്ധം തോറ്റു കഴിഞ്ഞപ്പോ അറബികൾക്ക് മനസ്സിലായി നേരിട്ടുള്ള സൈനിക ആക്രമണത്തിലൂടെ ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ പറ്റില്ല, അത് അവർക്ക് വ്യക്തമായി. അപ്പോഴാണ് പിന്നെ തന്ത്രപരമായിട്ടുള്ള പുതിയ ആക്രമണം നമ്മൾ രൂപപ്പെടുത്തുന്നത്. കാരണം ഈ രാഷ്ട്രങ്ങൾ വന്നിട്ട് ഇസ്രായേലിന്റെ മുമ്പിൽ, ഇസ്രായേൽ ഒരു കുഞ്ഞൻ രാഷ്ട്രം, അതിന്റെ മുമ്പിൽ ഇവന്മാരെല്ലാം വന്ന് പരാജയപ്പെട്ടു പോകുമ്പോ നാണക്കേടാണ്, ദേശീയ നാണക്കേടാണ്, ദേശീയ അപമാനമാണ്. അപ്പൊ ആ അപമാനം വേണ്ട, പകരം നമുക്ക് ഇവന്മാരെ മുന്നിൽ നിർത്തി കളിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രാഷ്ട്രത്തിന് ആയുധവും അർത്ഥവും നമ്മൾ കൊടുത്താൽ മതി, യുദ്ധം അവർ ചെയ്തോ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അതിനു വേണ്ടി അവർ മുന്നിൽ നിർത്തുന്ന പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് യാസർ അറഫാത്താണ്. അപ്പൊ യാസർ അറഫാത്താണ് പലസ്തീനികൾ, ഞങ്ങളാണ് പലസ്തീനികൾ എന്നും പറഞ്ഞുകൊണ്ട് ചിത്രത്തെ മാറ്റുന്നത്. മനസ്സിലായി? നിങ്ങൾ പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ആ നാണയം നോക്കി അവിടെ പലസ്തീൻ കാണാം. ആ പലസ്തീൻ എന്ന് പറയുന്നത് യഹൂദന്മാരെ ഉദ്ദേശിച്ചിട്ടാണ്. ഈ ഇന്നത്തെ ജെറുസലേം പോസ്റ്റ് എന്ന് പറയുന്ന പത്രമുണ്ട്, ഇസ്രായേലിന്റെ പത്രമാണ് ജെറുസലേം പോസ്റ്റ്. വളരെ
പഴക്കമുള്ള പത്രം. ആ പത്രം അതെ, നിങ്ങൾ അതിന്റെ യാസർ പഴയ പേര് അറഫാത്ത് ഇന്ദിരാഗാന്ധി ചോദിക്കുന്ന നല്ല അത് ടേംസ് പലസ്തീൻ ആയിരുന്നു, പോസ്റ്റ് എന്നാണ്. അവാർഡൊക്കെ കൊടുത്തു. പലസ്തീൻ പോസ്റ്റ് എന്നുള്ള ആ പത്രം പിന്നീട് യുവന്മാര് പലസ്തീനികൾ എന്ന് വിളിക്കപ്പെടാൻ തുടങ്ങി കഴിഞ്ഞപ്പോ അവർ പേര് മാറ്റി ജെറുസലേം പോസ്റ്റ് ആക്കിയതാണ്. അദ്ദേഹം ഈ വിഷയം അവതരിപ്പിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളിലേക്ക് തന്നെ മടങ്ങി വരാം. നമ്മന്റെയാണ് അല്ലെങ്കിൽ നമ്മളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മറ്റുള്ളവരുടെ മേലെ അവകാശവാദം ഉന്നയിക്കുന്ന ഈ സ്വഭാവം ഇന്നും നിലം തുടങ്ങിയൊന്നുമല്ല. ഇസ്ലാമിന്റെ ആരംഭകാലം മുതലേ ഉള്ളതാണ്. അത് തന്നെയാണ് ഇവന്മാർ എടുത്തത്. അങ്ങനെ അതുവരേക്കും പലസ്തീൻ എന്നുള്ളത് ഇത് ഇപ്പൊ അതുപോലെ തന്നെ 1948 മെയ് 15 പത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെറ്റിലെ പത്രം അറബ്സ് ഇൻവേഡഡ് പലസ്തീൻ, അറബികൾ പലസ്തീനെ ആക്രമിച്ചു എന്നാ. ഇന്ന് അങ്ങനെ ഒരു വാർത്തയല്ല. ഇന്ന് അറബികൾ പലസ്തീനെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്തോന്നാണ് ഈ പറയുന്നത്? അറബികളല്ലേ പലസ്തീനികൾ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നത്, പിന്നെ അവരെ ആക്രമിക്കുന്നു ചോദിക്കും. പക്ഷെ അന്നത്തെ പത്രത്തിന്റെ തലക്കെട്ട് അതാണ്, അറബികൾ പലസ്തീനെ ആക്രമിച്ചു. കാരണം അന്ന് പലസ്തീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കിയത് യഹൂദന്മാരാണെന്നാണ്, യഹൂദന്മാരുടെ രാജ്യമെന്ന് തന്നെ മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. ഈ ചങ്ങാതി മാറ്റി, ഇയാൾ മാറ്റി. പിന്നെ ഇവർക്കും മനസ്സിലായി ഇത് നല്ല തന്ത്രമാണ്. പലസ്തീനികളെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വൈകിയെന്ന ഇവരെ മുന്നിൽ നാരായണൻ. നിർത്തി കളിച്ചു കഴിഞ്ഞാൽ ആഗോളതലത്തിലുള്ള നാണക്കേട് ഒഴിവാകും. പിന്നെ ഇവര് ഐക്യരാഷ്ട്രസഭയിലോ മറ്റോ ഒന്നും കണക്ക് പറയേണ്ട കാര്യമില്ല. ഇപ്പൊ രാഷ്ട്രങ്ങളാണെന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്തം പറയണം. യുദ്ധവും മറ്റൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അവർ ഉത്തരവാദിത്തം പറയേണ്ടി വരും, കണക്ക് പറയേണ്ടി വരും. ഇതിനാ പ്രശ്നമില്ല, ഇവന്മാരെ മുന്നിൽ നിർത്തി കളിക്കാം. ആ കുടില് ചിന്തയിൽ നിന്നാണ് പിന്നെ പലസ്തീൻ എന്ന് പറയുന്ന ഈ ഒരു സംഗതി വരുന്നത്, ഇന്നത്തെ പലസ്തീൻ. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പലസ്തീൻ ഈ ചങ്കാണ് നമ്മുടെ പലസ്തീൻ വേടന്റെ. പഴയകാല രേഖകൾ കണ്ടു കഴിഞ്ഞാൽ അത് ഒരിക്കലും യുവന്മാരെ ഉദ്ദേശിച്ചല്ലെന്ന് മനസ്സിലാക്കണം. യുവന്മാര് ഇവിടുന്ന് വന്നവരാണ്. യഹൂദൻ അവിടെ വന്ന് കഷ്ടപ്പെട്ട് ഭൂമിയെ മെച്ചപ്പെടുത്തിയെടുത്തപ്പോൾ, ആ മണൽക്കൂനകളിൽ നിന്ന് ജലത്തിന്റെ ഉറവുകൾ അവർ പുറത്തെടുത്തപ്പോൾ, മറ്റേ ജോർദാനിലെ അബ്ദുള്ള രാജാവ് പറഞ്ഞതുപോലെ മരുഭൂമിയെ അവർ മലർവാടിയാക്കി തീർത്തു, മണൽക്കൂനകളിൽ നിന്ന് അവർ വെള്ളം ഊറ്റിയെടുത്തു എന്ന് പറയുന്നത്. കാരണം അയാളുടെ ചെറുപ്പത്തിൽ അയാൾ കണ്ടിട്ടുള്ള അതെങ്ങനെ കിടന്നിരുന്നത്. പ്രായമായി ത്യാഗനായ സമയം കഴിഞ്ഞപ്പോൾ അയാൾ നോക്കുമ്പോൾ ആ പ്രദേശം മൊത്തം ഇസ്രായേൽ മാറ്റി. അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ എഴുതി വെച്ചത്. അപ്പൊ അങ്ങനെ ഇവര് മാറ്റി കഴിഞ്ഞപ്പോ ദാണ്ട്ര വരുന്നു, ഇവനെയൊക്കെ ഓടിപ്പിച്ചു വിട്ട് ഇവന്റെ സ്വത്ത്, ഇവന്റെ പിള്ളേരെ, ഇവന്റെ ഭാര്യമാര്, ഇവരെയൊക്കെ പിടിച്ചെടുക്കാമെന്ന് എഴുതി വെച്ചതാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തില്ല, ഇത്രയും കഷ്ടപ്പെട്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാനുള്ള കഴിവോ അവനുണ്ടെന്നുള്ളത് ഓർത്തില്ല, ചിന്തിച്ചില്ല. അത് അവന്മാര് മറന്നു. അതുകൊണ്ടാണ് ഇപ്പൊ അടിയിട്ടിട്ട് കരയുന്നത്. ഇപ്പൊ മാത്രമല്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവന്മാർ തുടങ്ങി വെക്കും, എന്നിട്ട് അടി കിട്ടിയിട്ട് കരയും. ഇപ്പൊ കുറെ എണ്ണം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടൊരു സംഭവം ഉണ്ട്. ഇവന്മാര് ഇത് 1900 ഈ ഒക്ടോബർ 7 ഇത് തുടങ്ങിയത്, ഇതിന് മുമ്പേ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ഇതും കൊണ്ടുവരുന്നുണ്ട്. 1936 37 യഹൂദന്മാർ ഇങ്ങനെ കൂട്ടക്കൊല നടത്തി. സുജി, നമ്മളത് ഭയക്കണം. അതിനെ വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ ഇതിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത്. കേരളം സമീപകാലത്ത് വളരെ ഭയക്കണം. നമുക്കൊന്നും ചരിത്രം അറിയില്ലെന്നാണ്. 37 യഹൂദന്മാർ കൂട്ടക്കൊല നടത്തിയെന്ന് പറയുന്നത് എവിടെ നടത്തിയെന്നാ പറയുന്നത്? 1936 അറബ് ജനറൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു സാധനം യഹൂദന്മാർ ചെയ്യുന്നുണ്ട്. അന്നത്തെ ജെറുസലേം ഗ്രാൻഡ് മുഫ്തി അജമിൻ അൽ ഹുസൈനിയുടെ ആഹ്വാന പ്രകാരം യഹൂദന്മാർക്കെതിരെ യുവന്മാർ തുടങ്ങി വെച്ചതാണ് ആ കണ്ണാകും. അതായത് ആദ്യം ലഹളയായിട്ടാണ് വരുന്നത്, ഒരു സമരമായിട്ടാണ്. ലഹളയല്ല, ഒരു സമരമായിട്ടാണ് വരുന്നത്. അറബ് ജനറൽ സ്ട്രൈക്ക് എന്ന് പിന്നീട് അറിയപ്പെടുന്നത്. സമരം ഇതൊക്കെയായിട്ട് ആ സമരം പിന്നീട് യഹൂദന്മാർക്ക് എതിർത്തി. പിന്നെ ആ സമയത്താണ് ഗ്രാൻഡ് മുഫ്തിയുടെ ഫത്വയൊക്കെ വരുന്നത്. ഫത്വ ഒക്കെ വന്നതോടുകൂടി പിന്നെ കലാപമായിട്ട് മാറി. അങ്ങനെ കുറെ യഹൂദന്മാർ പല കിബുട്സുകളിലായിട്ട് കൊല്ലപ്പെടാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവസാനം യഹൂദന്മാർ തിരിച്ചടിച്ചു. അത് 1936 ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച ഒരു ജനത യഹൂദന്മാരാണ്. ഒടുവില് അവര് വിചാരിച്ചു, നമ്മൾ വളരെ കുറച്ചാളുകളാണെങ്കിലും ശരി, പൊരുതണം, തിരിച്ചടിക്കണം. അങ്ങനെ അവർ തിരിച്ചടിക്കാൻ തുടങ്ങി. അവര് നിലനിൽപ്പിനു വേണ്ടി സമരം ചെയ്യാൻ തുടങ്ങി. അപ്പോ അത് ഇസ്രായേല്യരുടെ യുദ്ധമായിട്ടൊക്കെ അങ്ങോട്ട് പരിണമിച്ചു. ഇവര് കൊടുക്കുന്നത് കൃത്യമായി വാങ്ങി മിണ്ടാതൊരു മൂലയ്ക്ക് പോയിരുന്നു മോങ്ങുമെന്ന് വിചാരിച്ചു ജൂതൻ. നടപ്പുള്ള സംഗതി വല്ലതും പറകാക്ക. ജൂതൻ അങ്ങനെ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് പോയിരുന്ന് മോങ്ങുന്നവനല്ല കേട്ടോ. ഇവരെ പ്രവാചകൻ എന്താണോ ജൂതന്മാരോട് ചെയ്തത് അതാണ് ഇവര് തിരിച്ചു ചെയ്തത്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരളിന്റെ കഷ്ണമാണ്. എന്തിനേക്കാളും ഏറെ
പ്രവാചകനെ സ്നേഹിക്കാത്തിടത്തോളം കാലം നമ്മൾ ആരും ശരിയായിട്ടുള്ള മുസ്ലിം ആകില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്നത്, പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോ ആ പ്രവാചകൻ പഠിപ്പിച്ചത് എന്തോ അത് ജീവിതത്തിൽ അനുധാവനം ചെയ്യട്ടെ, അത് ജീവിതത്തിൽ പകർത്തണ്ടേ. ഒരു നേതാവും ലോക ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ടാകില്ല നിങ്ങളെ കഷ്ടപ്പെട്ട് പ്രസവിച്ചു വളർത്തിയ മാതാവിനേക്കാളും നിങ്ങളെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ച് സംരക്ഷിച്ച പിതാവിനേക്കാളും നിങ്ങൾ ഓമനിച്ചു വളർത്തിയ നിങ്ങളുടെ മക്കളെക്കാളും നിങ്ങളുടെ കൂടപ്പറപ്പുകളേക്കാൾ നിങ്ങളുടെ ഇണകളേക്കാൾ നിങ്ങൾ എന്നെ സ്നേഹിക്കണം. അങ്ങനെ ഇന്നത്തെ കാലത്ത് ഒരു നേതാവ് പറഞ്ഞ നിങ്ങൾക്ക് എന്തോ തോന്നുക? നമ്മൾ എന്താ തോന്നുക? ഒരു നബി ആളിൽ നിന്ന് സ്നേഹം ചോദിച്ചു വാങ്ങുക. നിങ്ങൾ എന്നെ സ്നേഹിക്കണം. എന്തിനേക്കാളുമേറെ നടത്തത്തിലും ഇരുത്തത്തിലും വേഷത്തിലും കിടത്തത്തിലും കല്യാണത്തിലും ഭോഗത്തിലും യുദ്ധത്തിലും കൊള്ളയിലും അമുസ്ലിങ്ങളോടുള്ള സമീപനത്തിലും സ്ത്രീ സൗന്ദര്യത്തിൽ വീഴുന്നതടക്കം ശിശുഭോഗത്തിലും ശവഭോഗത്തിലും പ്രകൃതി വിരുദ്ധ ഭോഗത്തിലും മൃഗഭോഗത്തിലുമടക്കം ആ പ്രവാചകനെ അങ്ങനെ തന്നെ അനുധാവനം ചെയ്യാൻ ശ്രമിക്കൽ ഓരോ വിശ്വാസിക്കും ഊണിലും ഉറക്കത്തിലും ബാധ്യതയുണ്ട്. വാക്കിലും നോക്കിലും മാത്രമല്ല, നിശബ്ദതകളിൽ പോലും ആ പ്രവാചകനെ മാതൃകയാക്കാനുള്ള ബാധ്യതയുണ്ട് ഓരോ മുസ്ലിമിനും. ആ നബിയോടുള്ള സ്നേഹം ഉള്ളിൽ ഒതുക്കാനുള്ളതല്ല, അകവും പുറവും മുഴുവനും പരന്നൊഴുകണം. നബിയെ പിൻപറ്റേണ്ടത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ആ പ്രവാചകൻ ജൂതന്മാരോട് എന്ത് സമീപനം സ്വീകരിച്ചു, അതേ സമീപനം തന്നെ നമ്മുടെ കുറച്ച് പണ്ഡിതന്മാരെങ്കിലും തുറന്നു പറയാൻ ശ്രമിക്കാറില്ലേ? അവരത് പറയുമ്പോ നമ്മൾ അവരെ തീവ്രവാദികളൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. അവരുടെ മതം, അവരുടെ പ്രവാചകൻ അവരെ പഠിപ്പിക്കുന്നതാണ്. ലോകത്തുള്ളതെല്ലാം നബിയേക്കാൾ നമുക്ക് പ്രിയപ്പെട്ടതാകരുത്. അതുകൊണ്ട് നബിയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന ഒരു ബാനറും താങ്ങിപ്പിടിച്ച് ലോകം മുഴുവനും പരക്കെ കല്ലെറിയണം, പറ്റുമെങ്കിൽ കത്തിക്കണം. ട്രാഫിക് സിഗ്നലിൽ വരെ നബി സ്നേഹത്തിന്റെ ബാനർ കൊണ്ടുവച്ചിട്ട് ബ്ലോക്ക് ഉണ്ടാക്കണം. അങ്ങനെ ആ പ്രവാചകനെ എങ്ങനെ സ്നേഹിക്കണോ അങ്ങനെ സ്നേഹിക്കണം. അതാണ് ഇന്നത്തെ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ. പ്രവാചകനോടുള്ളത്ര സ്നേഹം ഒരാളോടും ഉണ്ടാകരുത്. നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മൾ കൊടുക്കേണ്ടത് ആർക്കാ? പടച്ചോനാ കൊടുക്കേണ്ടത്. കാരണം പടച്ചോൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സമ്പത്തും ശരീരവും ഒക്കെ അള്ളാഹുവിനുള്ളതാണ്. അപ്പൊ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ മദ്രസ തലം മുതൽ നമ്മൾ കേട്ടു പഠിക്കുന്നതാണിത്. മുജാഹിദുകൾക്കും ജമാഅത്തെ ഇസ്ലാമികൾക്കും ഒന്നും നബിയോട് സ്നേഹമില്ല. അതുകൊണ്ട് നബിയുടെ ജന്മദിനം പോലും അവർ ആഘോഷിക്കാറില്ല. ശത്രുക്കൾ പോലും പ്രവാചകനെ വാഴ്ത്തി പറഞ്ഞിരുന്നു എന്ന് ഇവര് പറയും. ജീവജാലങ്ങൾ പോലും നബിയെ സ്നേഹിച്ചിരുന്നു. കരിങ്കല്ലും മരങ്ങളും പോലും നബിയോട് അസ്സലാമു അലൈക്കും യാ പ്രവാചകരെ എന്ന് പറഞ്ഞിരുന്നു എന്നാണ് ഹദീസുകളിൽ. അവര് ബാനർ എഴുതി തൂക്കപ്പിടിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ഓരോ മുസ്ലിമും തൻ്റെ ശരീരത്തെക്കാളും തൻ്റെ എന്ത് പ്രിയപ്പെട്ടതിനേക്കാളും ഏറെ നബിയെ സ്നേഹിക്കണം. സ്വന്തം താല്പര്യങ്ങളെക്കാൾ, സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ, സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ ഏറെ നബിയുടെ താല്പര്യങ്ങൾക്ക്, നബിയുടെ സ്വപ്നങ്ങൾക്ക്, ഇഷ്ടങ്ങൾക്ക്, പ്രതീക്ഷകൾക്ക്, നബിയുടെ ചെയ്തികൾക്ക് പ്രാധാന്യം കൽപ്പിക്കണം. സ്വന്തത്തെ കുറിച്ച് ഓർത്തുള്ള ഉത്കണ്ഠയേക്കാൾ കുഴിയിൽ കിടക്കുന്ന നബിയെ കുറിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടണം. അടിയന്തിരമായ സാഹചര്യങ്ങളിൽ
സ്വന്തം ജീവൻ പോലും ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനു വേണ്ടി നമ്മൾ വെടിയാൻ തയ്യാറാകണം. അങ്ങനെ ആ പ്രവാചകൻ കാണിച്ചു തന്ന ഒരു ആശയമുണ്ടല്ലോ, ഒരു ധീരമായ ആദർശമുണ്ടല്ലോ, അത് ജീവിതത്തിൽ നടപ്പിലാക്കണം. സംഘികൾ ഭരിക്കുന്ന ഭാരതത്തിൽ പ്രവാചക സ്നേഹം പാടില്ല എന്നുണ്ടോ? ക്യാമ്പയിനുമായിട്ട് ഇറങ്ങണം, കടകൾ അടിച്ചു തകർക്കണം, ബഹുദൈവ വിശ്വാസികളെ കൊന്നും കൊലവിളിച്ചും ആ പ്രവാചകനോടുള്ള കൂറും പ്രതിബദ്ധതയും വെളിപ്പെടുത്തി നമ്മുടെ സ്ഥാവര ജംഗമം സംഘികൾ കൊണ്ടുപോകുമ്പോഴും കോടതിയിൽ അതൊക്കെ കെട്ടിവെക്കേണ്ടി വരുമ്പോഴും നമ്മൾ പറയണം ഐ ലവ് മുഹമ്മദ്. തിഹാർ ജയിലുകളിൽ അടയ്ക്കപ്പെടുമ്പോഴും സംഘീഭരണത്തിന്റെ ഒരു നടപടിക്രമങ്ങളോടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം നമ്മൾ സ്വീകരിക്കുമെന്ന് പറയണം. അതല്ലാതെ പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തതുപോലെ NIA റെയ്ഡിന് വരുമ്പോൾ വേഷം മാറി ഒളിച്ചു നടക്കരുത്. റൌഫിനെ പർദ്ദയിട്ടിട്ടാണ് NIA പൊക്കിക്കൊണ്ടുപോയത്. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകരുത്. ആ നബിക്ക് വേണ്ടി നെഞ്ചും വിരിച്ച് ഉള്ളത് മതി നിൽക്കണം. അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും താല്പര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ പാലിച്ച, കൊല്ലാനും കൊല്ലപ്പെടാനും പെണ്ണുങ്ങളെ കളിക്കാനും തയ്യാറായ പ്രവാചകന്റെ അനുചരന്മാരുടെ ഇഷ്ടത്തെക്കാൾ ഏറെ വരില്ല ഇന്നത്തെ വിശ്വാസികളുടെ ഇഷ്ടം. എന്നിരുന്നാലും അബൂ സുഫിയാനും മുആവിയയും ഒക്കെ ഇസ്ലാം സ്വീകരിക്കുന്നതിനു മുമ്പ് അതിന് പിമ്പും നബിയെ എങ്ങനെ തീർക്കാം, ലോകത്തിന് എങ്ങനെ അങ്ങനെയെങ്കിലും ഒരു നല്ലത് വരുത്തി വെക്കാമെന്ന് ചിന്തിച്ചവരാണ്. എന്നാലും അവരുടെ പേര് കേൾക്കുമ്പോൾ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ടല്ലോ ഇന്ന് വിശ്വാസികൾ, അതാണ് ആകെ ഒരു സമാധാനം. മുഹമ്മദിന്റെ വാളിനെ ഭയന്ന് അബൂ സുഫിയാനും മുആവിയയും ഒക്കെ ഇസ്ലാം സ്വീകരിച്ചവരാണ്. മുഹമ്മദിന്റെ അനുചരന്മാർ മുഹമ്മദിനെ സ്നേഹിച്ചത് എങ്ങനെയാ? മുഹമ്മദ് മരിച്ചു കിടക്കുമ്പോൾ ഷൂറാ ബൈനഹും, അവർക്കിടയിൽ പരസ്പരം ചർച്ച നടക്കുകയായിരുന്നു. ആരാണ് അടുത്ത ഖലീഫ, ആരാണ് അടുത്ത ഭരണാധികാരി? ഒരിക്കലും ആ ശവമെടുത്ത് കുഴിച്ചിടാൻ പോലും തയ്യാറാകാതെ ആ പ്രവാചകന്റെ മൃതശരീരം അവിടെ ഇട്ട് പുഴുക്കത്തക്ക രൂപത്തിൽ നബിയെ സ്നേഹിച്ച ആ നബിയുടെ അനുചരന്മാരുടെ ചര്യകളാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അടുത്ത അനന്തരാവകാശി ആരാണ് എന്ന കാര്യത്തെ സംബന്ധിച്ച് അവർ പരസ്പരം നല്ല രൂപത്തിൽ ചർച്ച ചെയ്യുമായിരുന്നു. ഈച്ചയും പുഴുവും മരിക്കത്തക്ക രൂപത്തിൽ നബിയുടെ മൃതശരീരം 3 ദിവസം അവിടെ കിടന്നു. എന്നിട്ട് പോലും പ്രവാചകനെ ഇത്രയധികം സ്നേഹിച്ച ആടിന്റെ ചരിത്രം തന്നെ നമുക്കറിയില്ലേ? ആ കാലഘട്ടത്തിൽ ആയിഷ വളർത്തിയ ആടിന് പോലും അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നു. നബിക്കില്ല പോട്ടെ, ആയിഷക്കുമില്ല പോട്ടെ. കൃത്യമായിട്ട് ആയിഷയുടെ കിടക്ക തന്നെ നോക്കി വന്നു, തലയണ പൊക്കി നോക്കി, ഒരു പേപ്പർ എടുത്ത്, പേപ്പർ ഒന്നുണ്ടോന്നൊന്നും അറിയില്ല അന്നത്തെ കാലത്ത്, വായിച്ചു നോക്കി ഇന്നതാണ് ഹദീസ്, വായിലിട്ട് ചവച്ച ആടിനോട് എത്രമാത്രം നന്ദി. ആ ആട് നബിയെ സ്നേഹിച്ചതിന്റെ തീവ്രത നിങ്ങൾക്കിനി എന്ന് മനസ്സിലാകാന്? ഒരു പക്ഷേ പ്രവാചകന്റെ അനുചരന്മാര് പ്രവാചകനെ സ്നേഹിച്ചതുപോലെ ലോക ചരിത്രത്തിൽ ഒരു നേതാവും ഇത്രയധികം സ്നേഹിക്കപ്പെട്ടിട്ടില്ല. പക്ഷി ചാവാൻ കാത്തിരുന്നു പരസ്പരം യുദ്ധം ചെയ്യാൻ. ഉഹുദിലും ബദറിലുമൊക്കെ നബിയോടൊപ്പം നിന്ന് നബിയെ സഹായിക്കുകയും സ്നേഹിക്കുകയും നബിയുടെ ശരീരത്തിൽ ഒരു മുള്ളു പോലും തറയ്ക്കാതെ കാവൽ നിന്ന പ്രവാചകന്റെ അനുചരന്മാർ പ്രവാചകന്റെ മൂക്കിൽ പഞ്ഞി വെച്ചതു മുതൽ തമ്മിത്തല്ലാരംഭിച്ചു. അത്രയ്ക്ക് നബിയെ അവർ സ്നേഹിച്ചിരുന്നു. അങ്ങനെയൊന്നും സ്നേഹിക്കാൻ ലോക ചരിത്രത്തിൽ ഒരു നേതാവും ഇത്രയധികം സ്നേഹിക്കപ്പെടില്ല. പിൽക്കാലത്ത് ജമലും സിഫീനും ഒക്കെയുള്ള യുദ്ധങ്ങളിൽ പ്രവാചകനോടൊപ്പം നിന്ന ആളുകൾ 2 ചേരികളിലായി നിന്ന് യുദ്ധം ചെയ്ത് അന്ന് നബിയെ ഒരു കാലിൽ ഒരു മുള്ളു പോലും തറയ്ക്കാതെ, ശരീരത്തിൽ ഒരു അമ്പ് പോലും തറയ്ക്കാതെ പരിച പോലെ നിന്ന് വളയത്തിൽ നിന്ന പ്രവാചകന്റെ അനുചരന്മാർ പിന്നീട് തമ്മി തല്ലി ചാവുന്ന ഒരു സാഹചര്യം ഇസ്ലാം നമുക്ക് വരച്ച് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് ഇസ്ലാം എത്രമാത്രം മാനവികതയുള്ള മതമാണെന്നറിയാമോ?
ആ പ്രവാചകൻ എത്രയധികം അനുചരന്മാരാൽ സ്നേഹിക്കപ്പെട്ടിരുന്നെന്നറിയാം. അങ്ങനെയൊന്നും പ്രവാചകനെ സ്നേഹിക്കാൻ ഈ കാലഘട്ടത്തിൽ ഒരു പക്ഷേ ഒരു ഇസ്ലാം മതവിശ്വാസിക്കും സാധിച്ചെന്നു വരില്ല. ആ പ്രവാചകനെ സ്നേഹിക്കാൻ ഇന്ന് ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനുമായിട്ട് ഇറങ്ങണം. അതല്ലെങ്കിൽ എങ്ങനെയാ നബിയെ നമ്മൾ സ്നേഹിക്കുന്നു എന്ന് നബിക്ക് മനസ്സിലാക്കുക? ഇന്ന് യുദ്ധം ചെയ്യാൻ പറ്റുമോ? 6 വയസ്സുള്ള കുട്ടിയെ കെട്ടാൻ പറ്റുമോ? വഴി നടന്നു പോകുന്ന ഭർത്താവിനോട് ഭാര്യയോടെ നിൽക്കട്ടെ എന്ന് പറയാൻ പറ്റുമോ? വിവരം അറിയില്ലേ? അതുകൊണ്ട് ആ പ്രവാചകന്റെ ചര്യകൾ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം അനുധാവനം ചെയ്ത പ്രവാചകന്റെ അനുചരന്മാർ ആ പ്രവാചകത്തെ സ്നേഹിക്കുന്നത് പോലെ ലോകത്തൊരു സമുദായവും തന്റെ നേതാവിനെ ഇത്രയധികം സ്നേഹിച്ചിട്ടുണ്ടാവില്ല. മനസ്സ് പറയാണ്, മിക്ക ദിവസവും ഞാൻ എൻ്റെ ഒറ്റ കൂട്ടുകാരനായ നബിയെ സ്വപ്നം കാണാറുണ്ട്. ഇത് പറയുമ്പോൾ അനസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറയട്ടെ, ഞാൻ പറയണം. അനസ് ആരാണ്? അനസ് എന്ന് നിങ്ങൾക്കറിയാമോ? എന്തായിരുന്നാലും അതാ ഞാൻ പറഞ്ഞത്, അഡ്വാൻസ് ആയിട്ട് തന്നെ പലതവണ പറഞ്ഞല്ലേ, ഇത്രയധികം നബിയെ സ്നേഹിക്കാൻ ആർക്കും പറ്റത്തില്ല കേട്ടോ. ഇതാണ് എന്നാ 7 വയസ്സുള്ള അതല്ല. നബിയോടുള്ള സ്നേഹം പോലും എടുത്തു വെക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ എന്താളാണ്. ശരി, നമുക്കല്ലാതെ എടുക്കാം. പ്രവാചകന്റെ അനുചരന്മാരോ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് അറിയുമ്പോൾ സത്യം പറഞ്ഞാല് ഈ വീഡിയോ കിട്ടിയാലേ, ഇത് കേട്ട് കഴിഞ്ഞാൽ എന്തായിരുന്നാലും നിങ്ങളത് മറക്കത്തില്ലെന്ന് മാത്രമല്ല, നിങ്ങളും നബിയെ അങ്ങനെ സ്നേഹിക്കും, സംശയം. ഈ വീഡിയോ കേട്ടിട്ട് ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് കിട്ടാത്തതല്ലേ. മുഹമ്മദ് 9 ചരിത്രം എൻ്റെ കയ്യിലുണ്ട്. അതുമല്ല, അത് കിട്ടേണ്ടുന്ന വീഡിയോ എൻ്റെ കയ്യിലേ. എഴുത്തം പഠിക്കണം. ആയിഷ ബീവിയുടെ ഖദ്ദാമയായ ഒരു പെണ്ണുണ്ടായിരുന്നു, ഖദ്ദാമ. ഗദ്ദാമ എന്ന് പറഞ്ഞ സിനിമയല്ല പറയണത്, ഖദ്ദാമ. ഗദ്ദാമ കേട്ടോ, ഖാദിമത്ത്, ഭൃത്യ. ആയിഷ ബീവിക്ക് ഖിദ്മത്തെടുത്ത ഒരു പെണ്ണുണ്ടായിരുന്നു, ഭൃത്യ, ഒരു വേലക്കാരൻ. അവൾ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രാത്രി മൂത്രം ഒഴിച്ചു വെക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അറ്റാച്ച്ഡ് ബാത്റൂം. ഒരു കേവലം ഒരു സാധാരണ മനുഷ്യനാണോ മുഹമ്മദ് നബി? എത്ര തെളിവുകൾ നമുക്ക് വീണ്ടും നിരത്താം. പറഞ്ഞില്ലേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് ഒരു വൃദ്ധയായ പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണ് ഒരു ദിവസം റസൂലുള്ള മൂത്രമൊഴിച്ച് പാത്രം രാത്രി മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകര് ഉറങ്ങുന്ന സമയം ഈ ആയിഷയുടെ വൃത്തിയായ പെണ്ണിന് അസഹനീയമായ വയറുവേദന. അവള് നോക്കിയപ്പോ പ്രവാചകന്റെ മൂത്രമൊഴിച്ചു വെച്ച പാത്രം എടുത്ത് കുടിച്ചു. അവള് പ്രവാചകന്റെ മൂത്രമാണെന്ന് അറിഞ്ഞിട്ടന്നെ കുടിച്ചത്. അവളുടെ വയറുവേദന നിന്നുപോയി. നേരം വെളുത്തപ്പോ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് മാപ്പാക്കണേ. ആ പെണ്ണിനോട് റസൂലുള്ള വിളിച്ചു പറഞ്ഞത്, നിന്റെ വയറുവേദന മാത്രമല്ല മാറിയത്, നിന്റെ ശരീരം നരകത്തുനിന്ന് ഇത്കാക്കപ്പെട്ടു. പ്രവാചകന്റെ അവശിഷ്ടം നിന്റെ വയറ്റിൽ കടന്നതുകൊണ്ട് നരകത്തിൽ നിന്ന് ഇത്കാക്കപ്പെട്ടു.
സാധാരണ മനുഷ്യൻ. സാധാരണ മനുഷ്യനെ പോലെ അല്ല പ്രവാചകൻ. പ്രവാചകന്റെ മലത്തിനും മൂത്രത്തിനും വരെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാല് ചില ആളുകൾക്ക് അത് ചിരി വരുമെന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അത് അവരുടെ അജ്ഞത മാത്രമാണ്. ശരിക്ക് ആ പ്രവാചകൻ ആരായിരുന്നു? അനസിന്റെ വീഡിയോ. പതിനാല് വർഷമാണ് അനസ് നബിയെ ഇങ്ങനെ സ്നേഹിക്കാൻ എന്തായിരുന്നാലും ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നോക്കട്ടെ, ഞാൻ ലാസ്റ്റ് ചാൻസ് എന്നുള്ള നിലയ്ക്ക് ഒന്നും കൂടി ഒന്ന് നോക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെത് കിടപ്പുണ്ട്, എവിടെ പോയത്? ഷോർട്ട് മീഡിയ വന്നിട്ടുണ്ടല്ലോ. നബിയുടെ മലമെന്ന് മൂത്രമൊന്നും അടിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, എവിടെ പോയി? തിങ്കളാഴ്ച ഈ നോമ്പ് നോൽക്കണം. നാളെ പോ. ഇതിന് വലിയ പ്രസക്തിയുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കാരണം എന്താണെന്നറിയോ? നബി ഒരു സാധാരണ മനുഷ്യനല്ല എന്നാണ് തുടങ്ങുന്നത് അല്ലേ? ഒന്നുകൂടി ശ്രമിച്ചു നോക്കട്ടെ. ലാസ്റ്റ് ചാൻസ്. അതൊക്കെ തന്നെ കിട്ടുന്നു. ഞാൻ എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് പിന്നീട് എനിക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല വിഷമമാണ്. സാരമില്ല, എന്തായിരുന്നാലും കാര്യമൊന്നുമില്ല. 14 വർഷം പ്രവാചകന്റെ അനുചരനായിട്ടുള്ള അനസ് നബിയുടെ മലം തപ്പി നടന്നു. എങ്ങനെയാണെന്നറിയാമോ? അത്യാഗ്രഹത്തോടെ, കൊതിയോടെ ആ മലമൊന്ന് കാണുന്നതിന് വേണ്ടി. അങ്ങനെയൊന്നും എന്തായിരുന്നാലും പ്രവാചകനെ സ്നേഹിക്കാൻ ലോക ചരിത്രത്തിൽ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. അത്യാഗ്രഹത്തോടെ പ്രവാചകന്റെ മലം ഒന്ന് കാണണമെന്നും പറഞ്ഞ് പ്രവാചകൻ തൂറാൻ വേണ്ടിയിട്ട് പോയിട്ട് മരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോ അനസിനോട് പറയുന്നു, അനസേ വെള്ളം കൊണ്ടുവരൂ. അപ്പൊ അനസ് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അനസ് അത്യാഗ്രഹത്തോടുകൂടി നബിയുടെ മൂലത്തിലേക്കൊന്ന് നോക്കി. പക്ഷെ അത് ഭൂമി വിഴുങ്ങിപ്പോയി എന്നാണ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറഞ്ഞത്. അതൊന്ന് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്ക് പടച്ചവൻ പണി തന്നെന്ന് തോന്നുന്നു. ബിലീസാണ് സാധാരണ എന്നെ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുള്ളത്. ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ കാണുന്നില്ല. ഓവർലോഡായിട്ട് പോയതാണെന്നറിയാം. പലതവണ ഈ ലൈവുകളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തന്നിട്ടുള്ളതാണ്, നിങ്ങൾക്കറിയാമായിരിക്കും. നബി ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് അദ്ദേഹം അതിനകത്ത് എടുത്തു പറയുന്നുമുണ്ട്. അത് പോട്ടെ അല്ലേ, അത് തപ്പി നടന്നിട്ട് നമുക്ക് വെറുതെ നമ്മുടെ സമയം പോകും. അല്ല, നിങ്ങൾക്കൊക്കെ അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അങ്ങനെ എന്തായിരുന്നാലും
ഒരു നേതാവിൻ്റെയും മലം നോക്കി, ഒരു നേതാവിൻ്റെയും മൂത്രം കുടിച്ച് ഒരിക്കലും ഒരു അനുചരനും മുന്നോട്ട് പോകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു അനുചരന്മാർക്കും ഇങ്ങനെ പ്രവാചകനെ സ്നേഹിക്കാൻ പറ്റത്തുമില്ല. പിന്നെയും ഞാനത് കണ്ടുപിടിക്കാൻ തന്നെ തപ്പുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ കിട്ടിയിരിക്കുന്ന ഒരു കാര്യം തപ്പിക്കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടണമല്ല. അത് കിട്ടുന്നത് വരെ സത്യം പറഞ്ഞാൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടത്തില്ല കേട്ടോ. അതാണ് എൻ്റെ രീതി. അപ്പോൾ ഞാൻ ഇനിയും അത് ഒരിക്കൽ കൂടി നിങ്ങളെ കേൾപ്പിക്കണമെങ്കിൽ എനിക്കത് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാൻ എന്തായിരുന്നാലും ആ ലിങ്ക് എടുത്തു വെച്ചു. ആ ലിങ്ക് എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ല. അപ്പോ പ്രവാചകനെ ഇത്രയ്ക്കും സ്നേഹിക്കാൻ ആർക്കും പറ്റില്ല കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനല്ല, അസാധാരണ വ്യക്തിത്വമുള്ള ആളാണ്. അസാധാരണമായി എല്ലാം അസാധാരണ. നമുക്ക് ചോദിക്കാം, മുഹമ്മദ് നബിയുടെ ഈ തേജസ്സില് കൊടുത്തതില് അബ്ദുള്ളൊക്കെ പറയണത് മുഹമ്മദ് നബിയുടെ മൂത്രവും കാഷ്ടവും എന്തേ സഹാബത്ത് സൂക്ഷിച്ചു വെക്കാനേന്ന്. ആര് പറഞ്ഞു സൂക്ഷിച്ചു വെക്കാൻ നോക്കിയില്ലാന്ന് അബ്ദുള്ളാട്? മൂപ്പർക്ക് പറ്റിയ പണി ഇവിടെ അല്ല, വേറെ കശാപ്പുശാലയിലെ ഇടപാടാ. ഇസ്ലാമിലെ കാര്യം പറയാ അബ്ദുള്ള പോരാ. മാതൃഭൂമിയിലും ദേശാഭിമാനിയിലും കേരള കൗമുദിയിലും മാധ്യമത്തിലും 2 ലേഖനം എഴുതിയ പോയിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നാൽ അബദ്ധം പണിഞ്ഞു പോകും അബ്ദുള്ള സാഹിബ്. സൂക്ഷിച്ചു കളിക്കണ ഇസ്ലാമിനോട്. അള്ളാഹുവിന്റെ റസൂലിന്റെ മലവും മൂത്രവും സൂക്ഷിച്ചു വെക്കാൻ സഹാബത്ത് ശ്രമം നടത്തിയിട്ടുണ്ട്. മിസ്റ്റർ അബ്ദുള്ള, നിങ്ങൾ മിഷ്കാത്ത് ഓതി പഠിക്ക്. അനസ് റളിയല്ലാഹുവിന്റെ ചരിത്രം നോക്ക്. 14 കൊല്ലം അള്ളാഹുവിന്റെ റസൂലിനെ ഖിദ്മത്ത് ചെയ്ത അനസ് തങ്ങൾ പറയാൻ, എനിക്ക് ജീവിതത്തിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു റസൂലുള്ളാഹിനെ കാട്ടൊന്ന് കാണണമെന്ന്, റസൂലുള്ളാഹിനെ മൂത്രം ഒന്ന് കാണണമെന്ന്. എന്തിനാതെ? അബ്ദുള്ള വിചാരിക്കുന്ന ദ്വയാർത്ഥത്തിന് വേണ്ടിയല്ല, അബ്ദുള്ള വിചാരിക്കുന്ന അർത്ഥത്തിന് വേണ്ടിയല്ല. പഠിക്കാതെ വിഡിത്തം പുലമ്പത്തരം വിളിച്ചു പോകരുത്. ആരുടെ പേരിലാണ് അബ്ദുള്ള പറയുന്നത് എന്ന് നോക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 14 കൊല്ലം റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയാം, എനിക്ക് റസൂലുള്ളാഹിന്റെ മൂത്രം ഒന്ന് കാണണം എന്ന് ആഗ്രഹം. നബിയുടെ മൂത്രവും കാഷ്ടം സാധാരണ വ്യക്തിയാണല്ലോ നബി. സഹാബത്ത് മനസ്സിലാക്കിയതല്ലേ. എനിക്ക് ചരിത്രം പറയാൻ പറ്റുന്നുണ്ട്. ചിലപ്പോ എങ്ങാനും മൂത്രം ഇനി ഒഴിച്ചു കഴിഞ്ഞാല് അതൊരു പൈപ്പായി മാറുന്നെങ്കിലോ, ഉറവ പൊട്ടി സംസം കിണറ് പോലെ പോകുന്നെങ്കിലോ സാധാരണ വ്യക്തിത്വമല്ലേ. നബി എങ്ങാനും ഇനിയും തൂറിയിട്ട് അതെഴുന്നേറ്റൊരു വടവൃക്ഷമായി മാറുന്നെങ്കിലോ, അതും കൂടി അറിയണ്ടേ. അതുകൊണ്ട് നബിയുടെ മൂലത്തിലേക്കൊന്നു നോക്കി അത്യാഗ്രഹത്തോടെ ഒരു കഷ്ണം കിട്ടുമോന്ന് നോക്കിയത്. ശരി, അബ്ദുള്ള വിചാരിക്കുന്ന ദ്വയാർത്ഥത്തിന് വേണ്ടിയല്ല, നമ്മൾ വിചാരിച്ചിട്ടുള്ളത് അബ്ദുള്ള വിചാരിക്കുന്ന അർത്ഥത്തിന് വേണ്ടിയല്ല. പഠിക്കാതെ വിഡിത്തം പുലമ്പത്തരം വിളിച്ചു പോകരുത്. ആരുടെ പേരിലാണ് അബ്ദുള്ള പറയുന്നത് എന്ന് നോക്കണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 14 കൊല്ലം റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയാം, എനിക്ക് റസൂലുള്ളാഹിന്റെ റെനി സുധി നമ്മുടെ മൈൻഡ് ഗെയിമർക്ക് എന്തോ ഒരു സംശയമുണ്ടെന്ന് പറഞ്ഞു. മൂത്രം കാണണം ആഗ്രഹം. നബിയുടെ മൂത്രവും കാഷ്ടം സാധാരണ വ്യക്തിയാണല്ലോ നബി. സഹാബത്ത് മനസ്സിലാക്കിയതല്ലേ. എനിക്ക് ചരിത്രം പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അനസ് തങ്ങൾ പറയാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ യാത്ര ചെയ്യുന്ന സമയം അല്ലാഹുവിന്റെ റസൂലിന്റെ പിറകിൽ കൂടി ഞാൻ മലമൂത്ര വിസർജനത്തിന്റെ സമയമായപ്പോൾ ഈത്തപ്പനയുടെ മറവിൽ നബിതങ്ങൾ വിശ്രമിക്കാനിരുന്നു. മലമൂത്ര വിസർജനമൊക്കെ കഴിഞ്ഞപ്പോ റസൂലുള്ള അനസിനെ വിളിച്ചു, അനസേ വെള്ളമുണ്ട്, കുറച്ചു വെള്ളം കൊണ്ടുവാ എനിക്ക് മനഘോരത്തിന് വേണ്ടി. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന് മനഘോരത്തിന് വേണ്ടി കുറച്ച് തോൽപാത്രത്തിൽ വെള്ളം കൊണ്ടുചെന്നു. മനഘോരം കഴിഞ്ഞ് നബിതങ്ങൾ അങ്ങ് എഴുന്നേറ്റ് തൂറാൻ പോയപ്പോൾ പോലും വെള്ളം സ്വന്തമായിട്ട് എടുത്തു കൊണ്ടുപോകാതെ അനുചരന്മാരെ അങ്ങനെ പോലും സ്നേഹിച്ച പ്രവാചകൻ. ഞാൻ
റസൂലുള്ള കാട്ടിച്ച ഭൂമിയിലേക്കൊന്ന് നോക്കി അത്യാഗ്രഹത്തോടെ, അത്യാഗ്രഹം റസൂലുള്ള മൂത്രിച്ച ഭൂമിയിലേക്കൊന്ന് നോക്കി അത്യാഗ്രഹത്തോടെ. റസൂലുള്ളാന്റെ മൂത്രത്തെ സംബന്ധിച്ച് അനശതങ്ങൾ പറയാണ്, ഭൂമി രണ്ട് കഷ്ടമായി പിളർന്നു. അവിടെ നബിതങ്ങളുടെ കാഷ്ടവും മൂത്രവും ഒരാൾക്കും കാണാൻ പറ്റാത്ത നിലക്ക് ഭൂമി കബറടക്കം നടത്തി. പക്ഷേ നബിയുടെ മലവും മൂത്രവും കബറടക്കം നടത്തിയ ഭൂമി നബി മരിച്ചപ്പോൾ മയ്യത്ത് കബറടക്കം നടത്തിയില്ല. പോയിന്റ്, മയ്യത്ത് അവിടെ കിടന്ന് 3 ദിവസം ചീഞ്ഞു നാറി ഈച്ചയരിച്ചു. അപ്പൊ ഭൂമിക്കും നബിയുടെ മലത്തോടും മൂത്രത്തോടും ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു എന്ന് ഞാനും മനസ്സിലാക്കി. ഇങ്ങനെ പ്രവാചകനെ സ്നേഹിച്ച അനുചരന്മാർക്കിടയിൽ നിങ്ങൾക്ക് പറ്റുമോ ഇവരെ ചാലഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഈ പ്രവാചകനോടുള്ള സ്നേഹം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് പ്രവാചകന്റെ അനുചരന്മാര് സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. എന്താ ഷോർട്ട് മീഡിയ എന്തോ പറയുന്നുണ്ടല്ലോ, റെനി, അനില? അനില ഒന്ന് നോക്ക്. ഷോർട്ട് മീഡിയ എന്തോ അമാനുഷികനാണെന്ന് തോന്നുന്നു. പ്രവാചകന്റെ മൂത്രത്തിനും കാഷ്ടത്തിനും പോലും ഇല്ലാത്ത എന്തൊക്കെയോ പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ഒന്ന് നോക്കിക്കോളൂ. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എന്തിനേക്കാളുമേറെ പ്രവാചകനെ സ്നേഹിക്കണം. എന്തായിരുന്നാലും ഈ പ്രവാചകന്റെ മലവും മൂത്രവും വരെ ഇങ്ങനെ സ്നേഹിച്ചിരുന്ന, പ്രവാചകൻ തൂറാൻ പോകുമ്പോൾ കാര്യം സാധിച്ചു തീരുന്നതുവരെ പ്രവാചകന്റെ മൂലത്തിലേക്ക് നോക്കിയിരിക്കുന്ന അനുചരന്മാര് വരെ ഉണ്ടായിരുന്നു. എത്രയോ നേതാക്കന്മാർ നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഏതെങ്കിലും നേതാക്കന്മാര് തൂറുന്നത് ഏതെങ്കിലും അനുയായികൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും നേതാക്കന്മാർക്ക് തൂറിക്കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ട് കൊടുക്കാൻ അനുചരന്മാര് പോയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് പ്രവാചകന്റെ അനുയായികൾ പ്രവാചകനെയും സ്നേഹിച്ചിരുന്നു. പ്രവാചകന്റെ മലവും മൂത്രവും ഭൂമി വിഴുങ്ങി, പ്രവാചകനെ മാത്രം വിഴുങ്ങിയിട്ടില്ല. അതാ പറഞ്ഞത്, ഒരു സമുദായവും ഇത്രയധികം തന്റെ നേതാവിനെ സ്നേഹിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ടാണ് ഈ 14 വർഷം നബി തൂറാൻ പോയപ്പോൾ പുറകെ നടന്ന് കഷ്ണങ്ങളൊന്ന് നോക്കിക്കാണുന്നതിനു വേണ്ടി തുല്യതയില്ലാത്ത ആ പ്രവാചകന്റെ മലമൊന്ന് അളന്ന് തിട്ടപ്പെടുത്തുന്നതിനു വേണ്ടി ഒരു നോക്ക് കാണാൻ അത്യാഗ്രഹത്തോടെ പോയ അനസ് നിരാശനായി നെഞ്ചിലിടിച്ച് നിലവിളിയോടുകൂടി മടങ്ങി. അദ്ദേഹം പറയുന്നു, പ്രവാചകൻ എപ്പോഴും എൻ്റെ സ്വപ്നത്തിൽ വരാറുണ്ട്. ഒരുപക്ഷെ സ്വപ്നത്തിലെങ്കിലും പ്രവാചകൻ തൂറി കാണിച്ചു കൊടുത്തിട്ടുണ്ടാകുമായിരിക്കും. കാരണം ജീവിച്ചിരിക്കുമ്പോൾ അത്രയധികം പ്രവാചകന്റെ മലത്തെ സ്നേഹിച്ചിരുന്ന ആളാണ് അനസ്. അപ്പോ അനസ് പറയുന്നു, എൻ്റെ ഒറ്റ കൂട്ടുകാരനായ പ്രവാചകനെ ഞാൻ സ്വപ്നം കാണാറുണ്ട്. ഇത് പറയുമ്പോൾ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീർ ധാരയായിട്ട് ഒഴുകിയിരുന്നു എന്നാണ് ഹദീസ്, അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. കാരണം 14 വർഷമാണ് വെറുതെ പോയത്. അദ്ദേഹം ആ 14 വർഷം പഠിച്ചിരുന്നെങ്കിൽ ആരായനെ. അതുപോലെ ബറാ ഇബ്നു ആസിബ് എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു അനുചരൻ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം കൊണ്ട് സന്തോഷിച്ചതുപോലെ മദീനക്കാർ മറ്റൊന്നും കൊണ്ട് സന്തോഷിച്ചിട്ടേയില്ല. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 3925 ഹദീസാണ്. അന്നുവരെ മൃഗങ്ങള് ഒരു പക്ഷേ അപ്പുറത്തവന്റെ പറമ്പിൽ കയറി പുല്ലു തിന്നു, ഇപ്പുറത്തവനുമായിട്ട് അവന്റെ വീട്ടിലെ വേസ്റ്റ് വെള്ളം വീടിന്റെ മുറ്റത്തൂടി ഒഴുകി, അങ്ങനെയൊക്കെ
ചെറിയ ചെറിയ രൂപങ്ങളിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് വരെ കൊണ്ടുവന്നെത്തിച്ച്, വാഗൊണ്ടല്ല നിങ്ങൾ പറയേണ്ടത്, ആ യുദ്ധത്തിന്റെ തലപ്പ് കൊണ്ടാണ് പറയേണ്ടത് എന്ന് പറഞ്ഞ് മണ്ണുവാരി മനുഷ്യനെ ശപിച്ചിരുന്നിടത്ത് നിന്ന് ആ മണ്ണിൽ ചോരപ്പുഴ ഒഴുക്കിയ ആ പ്രവാചകന്റെ കാരുണ്യത്തോളം ലോകത്തൊന്നും വരില്ല. അത്രയ്ക്ക് ആ പ്രവാചകനെ അങ്ങോട്ട് സ്നേഹിച്ച് വരിഞ്ഞു മുറുക്കുമായിരുന്നു. മനസ്സിലായോ? ആയിഷ പറയാണ്, നബിയുടെ കൂടെ ഹിജ്റയ്ക്ക് പലായനം ചെയ്യാൻ അനുവാദം കിട്ടിയെന്നറിഞ്ഞപ്പോൾ അബൂബക്കർ കരയുന്നത് ഞാൻ കണ്ടു. പാപ്പയാണേ. സന്തോഷം കണ്ടിട്ട് ഒരാള് കരയുമെന്ന് അതുവരെ ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്റെ മോടെ കാര്യം കട്ടപ്പോക. ഇവൻ പലായനത്തിന് വേണ്ടി എന്റെ മോളെ കളിക്കാൻ കൊണ്ടുപോകാണ്, നടന്ന് കളിക്കാൻ. അതുകൊണ്ട് ആ പിതാവ് തേങ്ങിക്കരയുന്നത് കണ്ടപ്പോൾ ഈ മകൾക്കും കാര്യം മനസ്സിലായി. എന്റെ കാര്യം പോക്ക എന്ന് വാപ്പാക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അങ്ങനെ ഇബ്നുൽ ഖയ്യൂം അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുവാണ്, നബിയുടെ അനുചരന്മാർ യുദ്ധങ്ങളിൽ നബിയുടെ സ്വന്തം ശരീരങ്ങൾ നബിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നബിയുടെ ശരീരത്തിന് ചുറ്റും പരിചകളാക്കി ഇവരുടെ ശരീരം കൊടുത്തു. സൗബാൻ എന്ന് പറയുന്ന വ്യക്തി നബിയുടെ അനുചരന, നബിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവാണ് സത്യം, എന്നേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് താങ്കളെയാണ്, എന്റെ കുടുംബത്തെക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് താങ്കളെയാണ്, എന്റെ മക്കളെക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് താങ്കളെയാണ്. ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ താങ്കളെ ഓർത്താൽ ക്ഷമിച്ചിരിക്കാൻ എനിക്ക് കഴിയില്ല. ഉടനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ നോക്കും. എന്റെയും താങ്കളുടെയും മരണത്തെ കുറിച്ച് ഓർത്താൽ താങ്കൾ മരിച്ചു കഴിഞ്ഞാൽ നബിമാരുടെ കൂടെ ഉയർന്ന പദവിയിലായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ തന്നെയും താങ്കളെ കാണാൻ കഴിയില്ലേ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു എന്ന് തൊബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. കാരണം നബി അപ്പോ 72 ഹൂറികളുമായി ആടിപ്പാടുന്നതിനിടയിൽ ഒരു പക്ഷേ അനസിനെ മൈൻഡ് ചെയ്യാൻ പറ്റുമോ, പ്രവാചകന്റെ ഇത്തരം അനുചരന്മാരെ ഒക്കെ മൈൻഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. എന്നാലും ശരി, സൗബാന്റെ ആകുലതയാണ്, നബി എന്നെ കണ്ടാൽ തിരിച്ചറിയുമോ, നബി എന്നെ മൈൻഡ് ചെയ്യുമോ. അങ്ങനെ ഉഹുദിന്റെ ദിവസം ഉഹുദ് വന്നു. ഉഹുദ് യുദ്ധത്തിലേക്ക് ഇവർ ഇറങ്ങുകയാണ്. ആ സമയം അബൂ ത്വൽഹയോട്, സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട പ്രവാചകൻ അനുചരനാണ്, അബൂ ത്വൽഹയോട് നബി പറഞ്ഞു, ഉഹുദിന്റെ സമയമായി. അബൂ ത്വൽഹ തിരിച്ച്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളുടെ സുരക്ഷയ്ക്കായി എന്റെ മാതാപിതാക്കളെ ഞാൻ പകരം നൽകാം റസൂലേ. നിങ്ങൾ മുകളിൽ വന്നെത്തി നോക്കരുത്, അങ്ങനെ ചെയ്താൽ അങ്ങേക്ക് ശത്രുക്കളുടെ അമ്പേൽക്കും പ്രവാചകരെ. താങ്കളുടെ നെഞ്ചിനു മുമ്പിൽ പരിചയെന്ന വണ്ണം എന്റെ നെഞ്ചുണ്ട് പ്രവാചകരെ. ഇതാണല്ലേ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 3811 ഹദീസാണ്. അങ്ങനെ പ്രവാചകനെ ഉഹുദിന്റെ രണാങ്കണത്തിൽ ഏറ്റവും കൂടുതൽ സംരക്ഷിച്ച വ്യക്തി അബൂ ത്വൽഹയായിരുന്നു എന്നാണ് ഹദീസ്. അത്രയ്ക്ക് നബിയെ സംരക്ഷിച്ചു. മാതാപിതാക്കളൊക്കെ ചത്താലും സാരമില്ല, നബിയെ സ്വർഗത്തിനു വേണ്ടി ഇബ്രാഹിം നബി സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ തയ്യാറായില്ലേ? ത്യാഗം. ആ മാനസിക രോഗത്തെ പോലും ത്യാഗമെന്ന് വിശേഷിപ്പിച്ച ഇസ്ലാമിന്റെ കാരുണ്യം. ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉഹുദ് യുദ്ധത്തില് അള്ളാഹുവിന്റെ റസൂലിനെ സംരക്ഷിച്ചത് കൊണ്ട് എനിക്ക് പരിക്കേറ്റു. ത്വൽഹയുടെ കൈ മരവിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന 128 ഹദീസ്. അത്രയ്ക്ക് പ്രവാചകനെ സംരക്ഷിച്ച, പ്രവാചകനെ സ്വന്തം മാതാപിതാക്കളെക്കാൾ, ഇണകളെക്കാൾ, സന്താനങ്ങളെക്കാൾ, സ്വന്തം മലത്തെക്കാളും മൂത്രത്തെക്കാളും പ്രവാചകന്റെ മലവും മൂത്രവും സ്നേഹിച്ച ഈ അനുചരന്മാരോട് കിടപിടിക്കാൻ, ഈ അനുചരന്മാരോട് കമ്പയർ ചെയ്യാൻ ലോകത്തൊരു നേതാവിനോടുമുള്ള ഒരു അനുയായികളുടെ സ്നേഹവും മതിയാകാതെ വരും.
അത്രയ്ക്ക് 14 വർഷമൊക്കെ ഒരു മനുഷ്യന്റെ തീട്ടം നോക്കി നടക്കുക എന്ന് പറഞ്ഞാല് നടക്കുന്ന കേസാണ്. ഒരു മനുഷ്യൻ തൂറുന്നിടത്തൊക്കെ പിന്നാലെ നിഴല് പോലെ പോകുക എന്ന് വെച്ചാൽ നടക്കുന്ന കേസാണ്. എന്നിട്ടും പ്രവാചകന്റെ അനുയായികൾ അത് ചെയ്തിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ പ്രവാചകനോടുള്ള ഇവരുടെ സ്നേഹം, അതിന്റെ ആധിക്യം എത്രമാത്രം വിശാലമായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് മനസ്സിലാക്കിയ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നല്ല രൂപത്തിൽ എനിക്കിത് ബോധ്യം വന്നിട്ടുണ്ട്. പ്രവാചകനെ അത്രമേൽ അവർ സ്നേഹിച്ചു. എന്ത് പ്ലക്കാർഡും പൊക്കി പിടിച്ച് ലവ് മുഹമ്മദ്, ഐ ലവ് മുഹമ്മദ് എന്നൊക്കെ എഴുതി തെളിച്ചാൽ മാത്രം ആ നബിയോടുള്ള അദമ്യമായ സ്നേഹത്തിന്റെ പൂരകങ്ങളാകും. ഇല്ല. ലൈവ് വരാൻ കുറച്ച് താമസിച്ച്. ഞാൻ 7 മണിക്ക് വരണമെന്ന് വിചാരിച്ചു, വന്നപ്പോഴേക്ക് 8 മണിയായി. 8 മണിയും കഴിഞ്ഞു തോന്നുന്നല്ലേ. കുറച്ച് തിരക്കിലായിപ്പോയി. എന്തായിരുന്നാലും സാരമില്ല, നമുക്കിനി ഇതിന്റെ ബാക്കി നാളെ കാണാം. ഇസ്രായേൽ ഇന്ന് രാത്രി മറ്റവന്മാരുടെ ആസനത്തിൽ മിസൈൽ വെച്ച് പൊട്ടിക്കും. ഒക്ടോബർ 7 എന്തായിരുന്നാലും നമുക്ക് നാളെ വരാം. സാരംഗ്, റെനി, പ്രേമരാജൻ, സുധി, സാരംഗ് നല്ല ഫോമിലാണെന്ന് തോന്നുന്നു. അനില, സാരംഗ് കൊടുക്കുന്ന കൊടുക്കലൊക്കെ ഞാൻ കണ്ടിരുന്നു. ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് കൊടുക്കുന്നത്. ഇങ്ങോട്ട് തന്തയ്ക്ക് വിളിക്കുമ്പോൾ തിരിച്ച് തന്തയുടെ തന്തയ്ക്ക് വിളിക്കുക, അത്ര തന്നെ. റെനി നിർത്തിയാലോ? ഇവിടെ പിള്ളേരൊക്കെ ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. മദീന, നിന്റെ വീട്ടിലുള്ളവരെ നീ തട്ടം ഇടിയിപ്പിച്ചാൽ മതി കേട്ടോ. സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാവർക്കും തട്ടം വാങ്ങിക്കാൻ തുടങ്ങിയാലേ നീ ഒരാൾ മതിയാകാതെ വരും. ആങ്ങളച്ചല്ലേ, ഒരു മൂലയ്ക്ക് പോയി ഇരിക്കും. ടോപ്പൻ്റെ ഗുഡ് നൈറ്റ്. ഒരു മൂലയ്ക്ക് പോയി ഇരിക്കും ചെല്ല. അനില, ഓക്കെ. പ്രീകോൾഡ്, താങ്ക് യു. പ്രേമരാജ്, തെക്കും ഭാഗം, ഇപ്പോഴാണ് വന്നത്. മദീന ചോദിച്ചു വാങ്ങിച്ചു. രാമചന്ദ്രൻ, ഹായ്, ഗുഡ് നൈറ്റ്. ഓക്കെ, നാളെ കാണാം.